Okay, thank you, Dr. Ajini. Thank you, Dr. Namra, for a nice presentation. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് IFPHന്റെ തുടർന്ന് വരുന്ന മലയാളം വെബ് പരമ്പരയുടെ 1713 ദിവസം. ഇന്ന് നമ്മോടൊപ്പം അതിഥിയായി എത്തുന്നത് ഡോക്ടർ സാദത്ത് സേഠാണ്. ഡോക്ടർ നമുക്ക് ഇതിനകം ഒരുപാട് ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട്. ഇന്ന് വ്യത്യസ്തമായ ഒരു വിഷയവുമായിട്ടാണ് ഡോക്ടർ ഇന്ന് നമുക്ക് ക്ലാസ് എടുക്കുവാനായി എത്തുന്നത്. പോസോളജി അഥവാ ഡോസേജ്, ഹോമിയോപ്പതി ചികിത്സയിൽ എന്താണ് ഡോസിനുള്ള പ്രാധാന്യം, അതിനെക്കുറിച്ചാണ് ഡോക്ടർ ഇന്ന് ക്ലാസ് എടുക്കുന്നത്. ഡോക്ടർ പല ക്ലാസ്സുകൾ നമുക്ക് എടുത്തിട്ടുണ്ട്. ഡോക്ടർ കൊച്ചിയിൽ സെയ്ഡ്സ് ഹോമിയോപ്പതി സെന്റർ എന്ന് പറയുന്ന ഒരു ഹോമിയോപ്പതി സെന്റർ നടത്തി വരുന്നു. ഇന്നും പോസോളജിയെ കുറിച്ച് നല്ലൊരു ക്ലാസ് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് ഡോക്ടർ സാദത്ത് സേഠ് സാറിനെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതിനോടൊപ്പം ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥന. നന്ദി. ഡോക്ടർ സാദത്ത് സേഠിനെ ക്ലാസ്സിലേക്ക് ക്ഷണിക്കുന്നത് പോലെ എന്നോടൊപ്പം ഇന്നത്തെ സാറിന്റെ ഈ ക്ലാസ് കേൾക്കുന്നതിന് വേണ്ടി സൂം പ്ലാറ്റ്ഫോമിൽ എത്തിയിട്ടുള്ള എല്ലാ ബഹുമാന്യരായ ഡോക്ടേഴ്സിനെയും ഹോമിയോപ്പതി സ്നേഹികളെയും സ്റ്റുഡൻസിനെയും എല്ലാവരെയും തന്നെ ഇന്നത്തെ ഈ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഡോക്ടറെ ക്ലാസ് തുടങ്ങും. ഇന്ന് ദിനേശ് ഡോക്ടറിനെ ശരിക്കും പെടുത്തി കളഞ്ഞിരിക്കുകയാണ്. ഏറ്റവും കോൺട്രവേഴ്സി, ഹോമിയോപ്പതിയിൽ ഏറ്റവും കോൺട്രവേഴ്സി ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് പോസോളജി. അതിന് കാരണം തന്നെ കുറെ കാര്യങ്ങൾ. കാരണം വെച്ച് കഴിഞ്ഞാല് ആദ്യത്തെ കാര്യം, ഹോമിയോപ്പതി തന്നെ പലവരും പല വിധത്തിലാണ് ചികിത്സിക്കുന്നത്. എൻ്റെ ചിന്താഗതിയല്ല വേറൊരു ഡോക്ടറുടെ ചിന്താഗതിയില്ല. പക്ഷെ എല്ലാവരും സിമിലി മെത്തേഡിൽ എത്തണം. അപ്പൊ ഏറ്റവും കോൺട്രവേഴ്സി ആയിട്ടുള്ള ഒരു സബ്ജക്റ്റിലാണ്. അതിൽ ഞാൻ എങ്ങനെയാണ്, എന്താണ് എൻ്റെ ഒരു പോയിന്റ് എന്നുള്ളതാണ് നമ്മൾ വിശദീകരിക്കുന്നത്. അത് ശരിയാണോ തെറ്റാണോ, ആർഗ്യൂ ചെയ്യാമോ കോൺട്രവേഴ്സി ആണോ, ഇതൊന്നും എനിക്കറിയില്ല. ഞാൻ എൻ്റെ ക്ലിനിക്കൽ ചെയ്യുന്നു, എനിക്ക് എന്ത് റിസൾട്ട് കിട്ടുന്നു, ഞാൻ എന്ത് ബേസിലാണ് പൊട്ടൻസി സെലക്ട് ചെയ്യുന്നു. അതിൽ എവിടെ ഹനുമാൻ പറഞ്ഞതുണ്ട്, ഹനുമാൻ പറയാത്തതുണ്ട്. ചിലപ്പോ നമ്മളുടെ ജീവിതത്തിൽ കിട്ടിയിട്ടുള്ള കുറെ എക്സ്പീരിയൻസുകളുണ്ട്. അതൊക്കെ ബേസ് ചെയ്തിട്ടാണ് നമ്മളുടെ ഒരു പ്രിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ പോസോളജി വരുന്നത്. പക്ഷെ എല്ലാത്തിനും ഒരു ബേസിക് സ്ട്രക്ചർ ഉണ്ടാവും. അതാണ് ഏറ്റവും ആവശ്യം. അപ്പൊ ഞാൻ ആ ഒരു വലിയൊരു വലുതല്ല. കാരണം വെച്ചാൽ ഇന്ന് എനിക്ക് ഇത്രയും ദിവസം ഇല്ലാത്ത ഒരു ചെറിയൊരു ടെൻഷൻ ഉണ്ട് ക്ലാസ് എടുക്കുന്നതിൽ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഡിഫറെന്റ് ടോപ്പിക് ആണ്. എത്ര പേര് അതിന് ട്രൈ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ എൻ്റെ മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് എൻ്റെ തരത്തിലും എൻ്റെ കോൺഫിഡൻസിലും എനിക്ക് ക്ലാസ് എടുക്കാൻ പറ്റുന്നുണ്ട്. എല്ലാവർക്കും അവരുടെ ഒപ്പീനിയൻ എപ്പോഴും പറയാം. ക്ലാസിന്റെ ഇടയിലും പറയാം, ക്ലാസ്സിന് ശേഷവും പറയാം. ഇത് ഇപ്പൊ കുഴപ്പമില്ല ഡോക്ടർ. ഇത് ഡോക്ടർ സെയ്ഡ്സ് പോസോളജി അങ്ങനെ പറ്റൂല. അതും പറ്റൂല. ഹോമിയോപ്പതിയുടെ പോസോളജിയും നമ്മൾ എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. പേടിയില്ലായിട്ടല്ല, എന്നാലും നമ്മളൊന്ന് കുറച്ചില് ആരും കൈവയ്ക്കാത്ത ഒരു മേഖലയാണ് പെട്ടെന്നൊരു ക്ലാസ്സിന് വേണ്ടിയിട്ട്. ലെറ്റ്സ് ഗിവ് ഇറ്റ്. ഓക്കെ. അപ്പൊ ഞാൻ സാധാരണ ചെയ്യാത്ത ഒരു പരിപാടിയിലോട്ട് നീങ്ങുകയാണ്. ഒരു സെക്കൻഡ്. പുതിയ PPT ഒക്കെ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ ഇന്നത്തേക്ക്. കാണാമോ? കാണാം. തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ. അപ്പൊ പോസോളജിനെ കുറിച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ തുടങ്ങും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി ലെവലിലോട്ട് വരാം. പോസോളജി എന്ന് പറഞ്ഞാൽ, പോസോസ് എന്ന് പറഞ്ഞാൽ എത്ര, ലോഗോസ് എന്ന് പറഞ്ഞാൽ സ്റ്റഡി ഓഫ് ഡിസ്കോസ് അല്ലെങ്കിൽ മെഡിസിന്റെ സ്റ്റഡി, അത് കൊടുക്കേണ്ട വിധത്തിനുള്ള. ഡോസ് നമുക്കറിയാവുന്ന പോലെ ഡോസ് തന്നെ. അപ്പൊ എന്താണ് ഡോസ് എന്നുള്ളതാണ് ആദ്യത്തെ.
ആദ്യത്തെ ഡോസ് എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന ഒരു എന്ത് കൊടുക്കുന്നു അതാണ് ഡോസ്. മാറിയോ നമ്മളുടെ സ്ക്രീൻ? ഡെഫിനിഷനിൽ കിടക്കുകയാണ്. ഓക്കെ, അത് തന്നെയാണല്ലേ. താഴെ വേറൊരെണ്ണം വന്നിട്ടുണ്ടായിരുന്നു, അതാണ്. ഓക്കെ, അപ്പൊ നമ്മളുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് കൊടുക്കുന്നു, എത്ര ഡോസിൽ കൊടുക്കുന്നു, എത്ര തുള്ളി കൊടുക്കുന്നു, എങ്ങനെ കൊടുക്കുന്നു എന്നുള്ളതാണ് ആദ്യത്തെ. ഓക്കെ, ഇപ്പൊ ശരിയായെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പൊ ഏത് ഫോമിൽ എങ്ങനെ കൊടുക്കുന്നു, ഗുളിയായിട്ട് കൊടുക്കുന്നോ, എത്ര തുള്ളിയായിട്ട് കൊടുക്കുന്നോ, എന്ത് മെഡിസിൻ കൊടുക്കുന്നു, നമ്പർ ഓഫ് അഡ്മിനിസ്ട്രേഷൻ, അതാണ് നമ്മളുടെ ഒരു ഡോസ്. ബേസിക് സിമ്പിൾ കാര്യം. ഹോമിയോപ്പതിയിൽ ആ ഒരു ഡോസ് സെലക്ഷൻ എങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, ഏറ്റവും സിമ്പിൾ ആയിട്ട്. കാരണം വെച്ചാൽ പല 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 തരത്തിലുള്ള പ്രിസ്ക്രിപ്ഷൻസ് നമ്മുടെ ഇടയിലൊക്കെ ഉണ്ട്. ഏറ്റവും നമ്മൾ ആദ്യം എന്താണ് ഡോസ് എന്ന് നോക്കുക. ടൈപ്പ് ഓഫ് ഡോസസ്, എത്ര തരത്തിലുള്ള ഡോസുകളുണ്ട്. ഒന്ന്, മാക്സിമം ഡോസ് നമുക്ക് കൊടുക്കാൻ പറ്റും. ലീതൽ ഡോസ് എന്ന് പറയുന്നത് അത് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ ഉണ്ടാവും, അല്ലെങ്കിൽ അതിന്റെ അൾട്ടിമേറ്റ് ഡോസേജ് ആണ്. ബൂസ്റ്റർ ഡോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്നത് ഒന്ന് ബൂസ്റ്റ് ചെയ്യുന്നു. ഫ്രാക്ഷണൽ ഡോസ് എന്ന് പറയുന്നുണ്ട്, അതായത് ചെറിയ 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 കഷ്ണങ്ങളാക്കിയിട്ട്. ഇപ്പോൾ ഒരു മരുന്ന് തന്നെ 10 പ്രാവശ്യം കൊടുക്കുക, അല്ലെങ്കിൽ 10 തവണ കൊടുക്കുക. ഇതൊക്കെയാണ് ഫ്രാക്ഷണൽ ഡോസസ്. പിന്നെ ഫിസിയോളജിക്കൽ ഡോസ്, അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. പിന്നെ മിനിമം ഡോസ്, അവിടെയാണ് ഹോമിയോപ്പതിയുടെ കാതൽ കിടക്കുന്നത്, ഹോമിയോപ്പതിയുടെ സത്ത കിടക്കുന്നത്. ഓക്കെ, നമുക്കറിയാം ലോ പൊട്ടൻസി, മീഡിയം പൊട്ടൻസി, ഹൈ പൊട്ടൻസി, എല്ലാം അങ്ങനെ കുറെ പൊട്ടൻസികൾ വരുന്നുണ്ട്. പക്ഷെ ലോ ബേസിക് നമ്മളുടെ കാര്യങ്ങൾ വരുന്നത് ലോ പൊട്ടൻസി എന്ന് നമ്മൾ പറയുന്നത് 30 ആൻഡ് ബിലോ. മീഡിയം പൊട്ടൻസി എന്ന് പറയുന്നത് 30 ആൻഡ് എബോവ്. മീഡിയം പൊട്ടൻസി 30 ആൻഡ് 200 to 1M. ഹൈ പൊട്ടൻസി എന്ന് പറഞ്ഞാൽ എബോവ് 1M, CM 1M, CM 50M അങ്ങനെ പോകും. നമ്മളുടെ ബേസിക് ആയിട്ടുള്ള ഡോസ്. ഇനിയാണ് നമ്മളുടെ ശരിയായിട്ടുള്ള കാര്യങ്ങൾ വരുന്നത്. ഇത് ഈ ഒരു മെഡിസിൻ എങ്ങനെ സെലക്ട് ചെയ്യുന്നു? ഒരു രോഗി നമ്മളുടെ അടുത്ത് വരുന്നു, പനിയായിട്ടോ ചുമയായിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആയിട്ട് നമ്മളുടെ അടുത്ത് വരും. ഈ ആൾക്ക് നമ്മൾ മരുന്ന് കൊടുക്കണം. നമ്മളുടെ ഏത് പൊട്ടൻസിയിൽ കൊടുക്കണം, ഇതാണ് ഏറ്റവും വലിയ പ്രശ്നം. നമ്മളുടെ മുമ്പിൽ കിടന്നിട്ട് കളിക്കണം. ഇയാൾക്ക് ഹൈ പൊട്ടൻസി കൊടുക്കണോ, ലോ പൊട്ടൻസി കൊടുക്കണോ, അതിന്റെ താഴെ കൊടുക്കണോ, ടിഞ്ചർ കൊടുക്കണോ? ഇതാണ് പോസ്റ്റോളജി എന്ന് പറയുന്നത് നമ്മൾ പഠിക്കാനുള്ളത്. ജൂനിയേഴ്സ് സീനിയേഴ്സിനൊക്കെ അത് നമുക്ക് വഴിയിൽ പറയാം. അപ്പോൾ നമ്മളുടെ ബേസിക് പ്രശ്നം എന്താ വെച്ചാൽ സസെപ്റ്റബിലിറ്റി എന്ന് പറയും. സസെപ്റ്റബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? നമുക്കിത് ടോളറേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മളുടെ ടോളറേറ്റിംഗ് പവറാണ്. അതാണ് സസെപ്റ്റബിലിറ്റി. അതായത് നമ്മളുടെ ശരീരത്തിന് ഒരു സാധനം ടോളറേറ്റ് ചെയ്യണം. അതിൽ പലതും വരും. അത് എങ്ങനെ തീരുമാനം എടുക്കണം? നമ്മൾ മലയാളത്തിൽ പറയുന്ന സസെപ്റ്റബിലിറ്റി. പക്ഷെ നമ്മളുടെ ആരോഗ്യം അല്ലെങ്കിൽ നമ്മളുടെ ബോഡിക്ക് എങ്ങനെ ഒരു മരുന്ന് റിയാക്ട് ചെയ്യും, അല്ലെങ്കിൽ അതിന്റെ പവർ എന്താണ്, അത് എങ്ങനെ റെസ്പോണ്ട് ചെയ്യും, ഇതാണ് സസെപ്റ്റബിലിറ്റി എന്ന് പറയുന്നത് ബേസിക് ആയി. അത് പല ഫാക്ടേഴ്സാണ്. ഒന്ന് വയസ്സ്, ആ രോഗിയുടെ വയസ്സ്, പിന്നെ അയാളുടെ കോൺസ്റ്റിറ്റ്യൂഷനും അയാളുടെ ടെമ്പർമെന്റ് എന്ന് പറഞ്ഞാൽ അയാളുടെ പല സ്വഭാവങ്ങളും അയാളുടെ പല കാര്യങ്ങളുമാണ് ടെമ്പർമെന്റ്. ഞാൻ അതിനോട് കൂടുതൽ എക്സ്പ്ലനേഷൻസിന് പോകുന്നില്ല. പിന്നെ അയാളുടെ ഹാബിറ്റ്, അയാളുടെ ജീവിത അയാൾ ഏത് സൊസൈറ്റിയിൽ ജീവിക്കുന്നു, അല്ലെങ്കിൽ അയാളുടെ ജീവിത എൻവയോൺമെന്റ്, അതാണ്. പിന്നെ അയാളുടെ അസുഖത്തിന്റെ കണ്ടീഷൻ. ഇതാണ് ബേസിക് ആയിട്ട് ഏറ്റവും സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാം ഒരു മെഡിസിൻ അല്ലെങ്കിൽ ഒരു പൊട്ടൻസി സെലക്ഷന്റെ ഏറ്റവും വലിയ ബേസിക് ആയിട്ടുള്ള കാര്യം. എല്ലാം നമുക്ക് അറിയാവുന്നത് തന്നെ, പക്ഷെ എന്നാലും
ഒന്നും കൂടി ഒന്ന് ബ്രഷപ്പ് ചെയ്യുന്നത്. നേച്ചർ ആൻഡ് ഇന്റൻസിറ്റി ഓഫ് ദ ഡിസീസ്. ഓക്കെ, അതായത് ആ അസുഖത്തിന്റെ ഇന്റൻസിറ്റി എന്താണെന്നുള്ളത്, പിന്നെ ആ അസുഖം എവിടെ, ഏത് ഓർഗൻ അല്ലെങ്കിൽ ഏത് അവയവത്തിലാണ് എന്നുള്ളതാണ് അടുത്തത് നമ്മളൊരു നമ്മുടെ മെഡിസിൻ സെലക്ട് ചെയ്യാനുള്ള അല്ലെങ്കിൽ പൊട്ടൻസി സെലക്ട് ചെയ്യാനുള്ള ആദ്യത്തെ സ്റ്റെപ്പ്. പിന്നെ ആ ഒരു അസുഖം ഏത് ഓർഗനിലാണെങ്കിലും അത് എത്ര ഡീപ്പ്, എത്ര ഡെപ്തിലുണ്ട്, അതിന്റെ പാത്തോളജി എന്താണ് എന്നുള്ളതാണ് ഏറ്റവും നമുക്ക് അടുത്ത് നോക്കേണ്ടത്. പിന്നെ പഴയ ഹിസ്റ്ററികൾ, അതായത് പണ്ട് ഏതെങ്കിലും ഹോമിയോപ്പതി ഡോക്ടറെ അടുത്ത് പോയിട്ടുണ്ടോ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സിസ്റ്റത്തിൽ കാണിച്ചിട്ടുണ്ടോ, എന്തുകൊണ്ട് റെസ്പോണ്ട് ചെയ്യുന്നില്ല, എന്തൊക്കെ മെഡിസിൻസ് അവർ കൊടുത്തു എന്നുള്ളത് നമുക്ക് അറിയണമെങ്കിൽ അതും കൂടി നമ്മൾ കണക്കിലെടുക്കണം. പ്രിൻസിപ്പൽസ് ഓഫ് പോസോളജി, അതായത് പ്രിൻസിപ്പൽസ് ഓഫ് സിംഗിൾ റെമഡി. ഓർഗനോണിൽ പറയുന്നത് 272 അഫോറിസം, 274 അഫോറിസം. പ്രിൻസിപ്പൽസ് ഓഫ് മിനിമം ഡോസ് അത് പറയുന്നത് 246 അഫോറിസം, 280 അഫോറിസം. മിനിമം ഇന്റർവെൻഷൻ, അതായത് റിപ്പീറ്റേഷൻ, അതൊക്കെ ആ ഒരു ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ ആർക്ക് വേണമെങ്കിലും ആ ഒരു ഓർഗനോൺ പണ്ട് നമ്മൾ അടച്ചു വെച്ചതാണ്, ഒന്നിടക്കൊക്കെ ഒന്ന് തുറക്കാം, വല്ലപ്പോഴൊക്കെ ഒന്ന് പൊടി തട്ടാം. അപ്പൊ അതൊന്ന് നോക്കാം. പിന്നെ നമ്മൾ ഒരു ഡോസ് റിപ്പീറ്റ് ചെയ്യണത് എങ്ങനെ, ഏതൊക്കെ കണ്ടീഷൻ, അത് കണ്ടീഷൻ ആൻഡ് പ്രോഗ്രസ് ഓഫ് ദ പേഷ്യന്റ്, അതായത് ആ രോഗിയുടെ ആ ഒരു അവസ്ഥയും അത് എങ്ങനെ മാറുന്നു എന്നുള്ളത്. നേച്ചർ ഓഫ് ദ ഡിസീസ്, അതായത് ആ രോഗം അതിന്റെ എന്താണ്, അതായത് ക്രോണിക് ആണോ, അക്യൂട്ട് ആണോ, അതോ വേറെ എന്തെങ്കിലും ആണോ. അടുത്തത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടും കൂടി നോക്കേണ്ടതെന്ന് വെച്ചാൽ നേച്ചർ ഓഫ് ദ റെമഡി, അതായത് നമ്മൾ ആ രോഗിക്ക് കൊടുക്കാൻ പോകുന്ന മരുന്ന് ഏത് കിങ്ഡം അല്ലെങ്കിൽ എവിടെ നിന്നാണ് വന്നിട്ടുള്ളത്, പ്ലാന്റ് ആണോ, മിനറൽ ആണോ, പോയ്സൺ ആണോ, അല്ലെങ്കിൽ സ്നേക്ക് ആണോ, അങ്ങനെയുള്ള കിങ്ഡം അതും കൂടി നമ്മൾ ബേസ് ചെയ്യുമ്പോഴാണ് പൊട്ടൻസിയൽ നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. റിപ്പീറ്റേഷൻ അതും വന്നിട്ടുള്ളത് അഫോറിസം 240 വെയിറ്റ് ആൻഡ് വാച്ച് പോളിസി ഉണ്ട്. അഫോറിസം അതായത് നമ്മൾ ഒരു ഡോസ് കൊടുത്തിട്ട് നമുക്കത് എങ്ങനെ ഉണ്ടെന്ന് നോക്കാൻ പറ്റും. പക്ഷെ പലപ്പോഴും പ്രാക്ടിക്കാലിറ്റി വരുമ്പോൾ അത് നടക്കാറില്ല എന്നുള്ളതാണ് സത്യം. നമ്മുടെ കയ്യിൽ IP അല്ലെങ്കിൽ നമ്മുടെ കയ്യിലെ പേഷ്യന്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ഡോസ് കൊടുത്ത് നമുക്ക് വെയിറ്റ് ചെയ്ത് ഓക്കെ ഇമ്പ്രൂവ്മെന്റ് കാണിക്കാൻ പറ്റും. പക്ഷെ പേഷ്യന്റ് മരുന്നും കൊണ്ട് വീട്ടിൽ പോകുമ്പോൾ നമുക്ക് ഉറപ്പിച്ചിട്ട് പറയാൻ പറ്റില്ല, അല്ലെങ്കിൽ നമുക്ക് കുറച്ച് പ്രാക്ടിക്കൽ ഡിഫിക്കൽട്ടീസ് ഉണ്ട്. പ്രാക്ടിക്കലി നമുക്ക് ചെയ്യുമ്പോൾ പല ഇതുണ്ട്. ഒരു അപ്രോച്ച് നമ്മൾ ഒരു ഡോസ് മരുന്ന് കൊടുക്കുക, അതൊന്ന് വെയിറ്റ് ചെയ്യുക, അതെങ്ങനെ റെസ്പോണ്ട് ചെയ്യാൻ നോക്കുക, എന്നിട്ട് അടുത്തത് കൊടുക്കുക. പിന്നെ നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ അത് എന്തുകൊണ്ടെന്നുള്ളത് ഒന്ന്. രണ്ടാമത് നമ്മൾ വെറുതെ റിപ്പീറ്റ് ചെയ്യുക, അത് അസുഖം മാറുന്നേക്കാളും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണ് പറയണത്. അപ്പോൾ നമ്മൾ വെറുതെ ഒരു മരുന്ന് റിപ്പീറ്റ് ചെയ്യേണ്ട കാര്യമില്ലാത്തതിന്റെ കാരണം എന്ന് വെച്ചാൽ ഇതാണ്. ഓക്കെ, പിന്നെ 5th എഡിഷൻ 6th എഡിഷൻസിലും എല്ലാത്തിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഓക്കെ, ഓരോ 4th എഡിഷൻ 5th എഡിഷൻ 6th എഡിഷൻസിൽ അതിൽ നമുക്ക് ഓരോ ഇവാലുവേഷൻ ഹനിമാന്റെ പോസോളജിയിൽ വരുന്ന മാറ്റങ്ങളാണ് നമ്മൾ ഓരോ അഫോറിസത്തിലും അങ്ങനെയാണ് കണ്ടിട്ടുള്ളത്. ഓക്കെ, ഹനിമാൻ പറഞ്ഞിട്ടുള്ള എന്താ വെച്ചാൽ ഡൈനമൈസേഷൻ വേണം, വെള്ളത്തിൽ ഡിസോൾവ് ചെയ്യണം, സ്മോൾ ഡോസിൽ കൊടുക്കണം, റിപ്പീറ്റേഷൻ കൂടുതൽ പാടില്ല. ഇതാണ് ബേസിക് ഹോമിയോപ്പതി എന്ന് പറയുന്നത്. പക്ഷെ മെഡിസിനൽ അതൊക്കെ നമുക്കറിയാം, എമർജൻസി കേസിൽ എവറി 1 hour. അപ്പോൾ ഹനുമാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് എമർജൻസി ആണെങ്കിൽ നമുക്ക് റിപ്പീറ്റ് ചെയ്യാം, അക്യൂട്ട് ഡിസീസസ് ആണെങ്കിൽ നമുക്ക്
വെയിറ്റ് ചെയ്യാൻ പറ്റുന്ന അക്യൂട്ട് ഡിസീസസ് ആണെങ്കിൽ നമുക്ക് 2 മണിക്കൂർ മുതൽ 6 മണിക്കൂറിനുള്ളിൽ റിപ്പീറ്റ് ചെയ്യാം. ക്രോണിക് കേസസിൽ റിപ്പീറ്റേഷന്റെ ഹനുമാൻ പറയുന്നത് 2 ദിവസം ഡെയിലി അല്ലെങ്കിൽ ഒന്നിടവിട്ടിട്ടുള്ള റിപ്പീറ്റേഷൻസ് ആണ്. ഓക്കെ, ഇതൊരു തോട്ട് പ്രോസസ്. ഇനി നമ്മൾ ഇതിലോട്ട് പോകുന്നത് ഇനിയാണ് പ്രാക്ടിക്കൽ ആയിട്ട് എങ്ങനെയാണ് നമ്മൾ ഹൈ പൊട്ടൻസി എപ്പം എടുക്കണം. ഹൈ പൊട്ടൻസികളിൽ ഇപ്പൊ നമ്മൾ ഒരു പേഷ്യന്റ് വന്നു, നമ്മളൊരു പേഷ്യന്റ് വന്നു കഴിഞ്ഞാൽ ആ പേഷ്യന്റിനെ എന്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം ഒരു പൊട്ടൻസി സെലക്ട് ചെയ്യാൻ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറെ കാര്യങ്ങൾ. അക്യൂട്ട് ഡിസീസസ് ആണോ? അക്യൂട്ട് ഡിസീസസ് ആണെങ്കിൽ അക്യൂട്ട് ഡിസീസസിന്റെ ഏത് ഓർഗനിലാണ്? കാരണം ചില കാർഡിയാക് കേസ് ആണോ, അല്ലെങ്കിൽ റെസ്പിറേറ്ററി കേസ് ആണോ, അല്ലെങ്കിൽ ഡാമേജ്ഡ് ആണോ, പാത്തോളജി ഉണ്ടോ, ഇത് നോക്കിയിട്ടാണ് നമ്മൾ നമ്മളുടെ മെഡിസിൻസ് പ്രിസ്ക്രൈബ് ചെയ്യുന്നത്, നമ്മുടെ ഇത് ചെയ്യുന്നത്. ഓക്കെ, ഹൈ പൊട്ടൻസി മെഡിസിൻസ് നമ്മൾ സെലക്ട് ചെയ്യാൻ പറയുന്നത്, ഇപ്പൊ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഞാൻ പറയണതെന്ന് വെച്ചാൽ, നമ്മൾ കേസ് എടുക്കുമ്പോൾ ഒരു മെഡിസിൻ നമ്മളടുത്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, നാട്രമ്യൂർ പേഷ്യന്റ് ആണെന്നുള്ളത് നമ്മളുടെ ഒരു എക്സ്പീരിയൻസിൽ, അല്ലെങ്കിൽ നമ്മളുടെ മെഡിസിൻ റെപ്പർട്ടറൈസിയോ അല്ലാതെയോ എക്സ്പീരിയൻസോ എന്തൊക്കെ പറഞ്ഞാലും ആ വിധത്തിൽ നമ്മൾ ഈ പേഷ്യന്റ് നാട്രമ്യൂർ പേഷ്യന്റ് ആണ് എന്ന് അങ്ങനെ വരികയാണെങ്കിൽ നമുക്ക് ഹൈ പൊട്ടൻസി ആണ് ഏറ്റവും സൂട്ടബിൾ. അതായത് നമ്മൾ റെപ്പർട്ടറൈസ് ചെയ്യുമ്പോൾ ഒരു 10 സിംറ്റംസ് ഉണ്ട്, ഒരു പേഷ്യന്റ് ഒരു 12 സിംറ്റം പറഞ്ഞു, പക്ഷെ അതിൽ 10 സിംറ്റം നമുക്കൊരു മെഡിസിനിലോട്ട് ക്ലിയർ ആയിട്ട് പറയുന്നുണ്ടെങ്കിൽ ആ മെഡിസിൻ കൊടുക്കേണ്ടത് ഹയർ പൊട്ടൻസിയിലാണ്. ഓക്കെ, പിന്നെ നമ്മളൊരു കേസ് എടുക്കുമ്പോൾ ചിലപ്പോൾ പേഷ്യന്റ് വരും, ചിലപ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് വരും, പക്ഷെ ആ കേസ് എടുക്കുമ്പോൾ ആ പേഷ്യന്റിന്റെ മെന്റൽ സിംറ്റംസ് കംപ്ലീറ്റ് നമുക്ക് ക്ലിയർ ആയിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ അതിനാണ് കേസ് ടേക്കിംഗ് ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത്. പോസോളജിയിലാണെങ്കിലും കേസ് ടേക്കിംഗ് ഇമ്പോർട്ടന്റ്, ഫിസിക്കൽ എക്സാമിനേഷൻ ഇമ്പോർട്ടന്റ്, ഇൻവെസ്റ്റിഗേഷൻസ് ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത് നമ്മളുടെ മെഡിസിനും കൂടി സെലക്ഷനും കൂടിയും ബാധിക്കും. അപ്പൊ ആ ഒരു കേസ് ഡീറ്റെയിൽ ആയിട്ട് എടുക്കുമ്പോൾ മെന്റൽ സിംറ്റംസ് കൂടുതലുള്ള സമയമാണ്, അല്ലെങ്കിൽ മെന്റൽ സിംറ്റംസ് കൂടുതലാണ് നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അതിന്റെ ഇൻഡിക്കേഷൻ ഹൈ പൊട്ടൻസിയിലോട്ടാണ്. ഹൈ പൊട്ടൻസി എന്ന് പറയുമ്പോൾ 10M 50M CM അതാണ് ഹയർ പൊട്ടൻസീസ്. മീഡിയം പൊട്ടൻസി 1M വരെയാണ്. നമ്മൾ 30-100 ഇപ്പൊ 1M കൂടി നമ്മൾ അടുപ്പിച്ചിട്ട് മീഡിയം പൊട്ടൻസി പറയുന്നുണ്ട്. പിന്നെ ലോവർ ബിലോ 30 6x 12x ഒക്കെ വരുന്നത്, ടിഞ്ചർ 12x ലോവർ പൊട്ടൻസി. 2 ക്രൈറ്റീരിയ ഞാൻ സെലക്ട് ചെയ്യാറ്. ഒന്ന്, നമ്മൾ കേസ് എടുക്കുമ്പോൾ അത്രയ്ക്കും ക്ലോസ് ആയിട്ടൊരു മെഡിസിൻ വരെയാണ്. ചിലപ്പോൾ റെപ്പർട്ടറൈസ് ചെയ്യും, മിക്കവാറും സീനിയേഴ്സ് ഒക്കെ റെപ്പർട്ടറൈസ് ചെയ്യാതെ തന്നെ അവരുടെ എക്സ്പീരിയൻസ് പറയും, ഇന്ന മെഡിസിൻ ആണ്, 10 സിംറ്റം ഇന്ന മെഡിസിൻ ആണെന്ന് പറഞ്ഞ് നമ്മളത് ഹയർ പൊട്ടൻസിയിലോട്ട് തന്നെ പോകും. അതുപോലെ രണ്ടാമത്തത് മെന്റൽ സിംറ്റംസ് കൂടുതൽ കിട്ടുന്ന ഒരു കേസ് ആണെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ഫിസിക്കൽ കംപ്ലൈൻസും ഉണ്ടാവും, പക്ഷെ മെന്റൽ സിംറ്റംസ് ആണ് കൂടുതൽ കിട്ടുന്നുണ്ടെങ്കിൽ ആ മെന്റൽ സിംറ്റംസിന് ഹയർ പൊട്ടൻസിയിലോട്ട് കൊടുക്കുക. പിന്നെ മെഡിസിൻ, നമ്മളുടെ നേച്ചർ ഓഫ് മെഡിസിൻ എന്ന് പറയുന്നത് ഇന്നേർട്ട് മെഡിസിൻ, അത് ലൈക്കോപോഡിയം അങ്ങനെയുള്ള മെഡിസിൻസ് ഒക്കെ അത് ഏറ്റവും കൂടുതൽ എഫക്ട് വരുന്നത് ഹയർ പൊട്ടൻസിയിലാണ്. അപ്പൊ ഇന്നേർട്ട്, അതായത് ക്രൂഡ് ഫോമില് ഇന്നേർട്ട്. അതിന് വേറൊരു എക്സാമ്പിൾ പറയണതാണ് നമ്മൾ ഫോസ്ഫറസ് എന്ന് പറയുന്നത് ഒരു ഏറ്റവും ആക്റ്റീവ് ആയിട്ടുള്ള ഒരു മെഡിസിനാണ്, അത് എങ്ങനെ വേണമെങ്കിലും ആക്റ്റീവ്. പക്ഷെ ലൈക്കോപോഡിയം അതുപോലെയുള്ള പോസ് അതുപോലെയുള്ള ആൽഗേസ് ഇതൊക്കെ ക്രൂഡ് ഫോമില് അതിന് ഒരു ആക്ഷനും ഇല്ലാത്തതാണ്. അപ്പൊ അതിനെ ബൊമ്പാർഡ് ചെയ്ത് അതിന് എന്തെങ്കിലും ആക്ഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ മീഡിയത്തിന്റെ ഹയറും, അതായത് 1M മുതലുള്ള മെഡിസിൻസിലോട്ട് പോകുമ്പോഴാണ് ലൈക്കോപോഡിയത്തിന് ഏറ്റവും കൂടുതൽ റിസൾട്ട് കിട്ടുന്നത്.
അപ്പൊ അത് എൻ്റെ ഒരു എക്സ്പീരിയൻസും കൂടിയാണ്. ഞാൻ അങ്ങനെയാണ് മെഡിസിൻസ് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ ചെയ്യണമെന്ന് നമ്മൾ ഒരു കഴിഞ്ഞ പ്രാവശ്യം ഒരു പേഷ്യന്റ് വന്നു, അക്യൂട്ട് ആണോ, അത് ആ സിംറ്റം തന്നെ വരികയാണെങ്കിൽ മെഡിസിനും മാറ്റേണ്ട കാര്യമില്ല, പൊട്ടൻസി മാറ്റേണ്ട കാര്യമില്ല. ഇപ്പൊ നമുക്കൊരു നമ്മുടെ അടുത്തൊരു പേഷ്യന്റ് വന്നു, ഒരു കഴിഞ്ഞ ആഴ്ച വന്നു, പനി വന്നു, ചുമയൊക്കെ വന്നു, 2 ആഴ്ച കഴിഞ്ഞ് ചിലപ്പോൾ അതേ സിംറ്റം ആയിട്ട് വരുമ്പോൾ നമ്മൾ ആ പൊട്ടൻസി ഫസ്റ്റ് ടൈം ആക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പൊട്ടൻസി തന്നെ റിപ്പീറ്റ് ചെയ്യാം. നമുക്ക് അതിൽ മാറ്റങ്ങൾ വരുത്തരുത്. അത് മാറ്റങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിന്റെ ഫ്രീക്വൻസി, അതിന്റെ എഫക്റ്റ് കുറയാനുള്ള സാധ്യതയുണ്ട്. വന്നത് കഴിഞ്ഞ പ്രാവശ്യം വന്നത് നമ്മൾ കൊടുത്തു, അല്ലെങ്കിൽ കാലി ബൈക്ക് വണ്ണം കൊടുത്തിട്ട് അതിന് റിസൾട്ട് കിട്ടി. ഒരു 2 ആഴ്ച കഴിഞ്ഞിട്ട് അക്യൂട്ട് ആയിട്ട് തന്നെ വന്നു. ചിലപ്പോൾ പേഷ്യന്റ് നമ്മളടുത്ത് പിന്നെ വരില്ല, ഫോളോ അപ്പ് നമ്മൾ പറയും ഇത് കഴിഞ്ഞ ഒന്ന് വരണം, ഇപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ മെഡിസിനോ അല്ലെങ്കിൽ മയാസ്മെറ്റിക് മെഡിസിനോ കൊടുക്കാനായിരിക്കും നമ്മൾ വിളിക്കുക. പക്ഷെ ആ പേഷ്യന്റ് വന്നില്ല, അവർ 2 ആഴ്ച കഴിഞ്ഞിട്ടാണ് നമ്മളടുത്ത് വരികയാണെങ്കിൽ നമ്മളത് ആ മെഡിസിൻ തന്നെ അതേ സിംറ്റംസ് ഒക്കെ വരികയാണെങ്കിൽ നമുക്ക് ആ മെഡിസിൻ ആ പൊട്ടൻസി നമ്മൾ റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ട്സ് കൂടുതൽ കിട്ടും. പിന്നെ നമ്മൾ ഞാൻ ശ്രദ്ധിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ക്രോണിക് കംപ്ലയിൻസിന് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇപ്പൊ ഒരു ക്രോണിക് കംപ്ലൈന്റ് വന്നിട്ട് നമ്മൾ 1M 10M ഒക്കെ കൊടുത്തിട്ട് അവർക്ക് സമാധാനമായി മാറി, കുഴപ്പമൊന്നുമില്ല, കുറച്ച് ദിവസം കഴിഞ്ഞ് റിലാപ്സ് ചെയ്യുന്നു, അല്ലെങ്കിൽ ചിലപ്പോൾ മാറിയില്ല എന്ന് തന്നെ വെക്കാം, നമ്മൾ ഒരു 10M ഒക്കെ കൊടുത്തിട്ട് മാറിയില്ല, അങ്ങനെയുള്ള കേസിൽ ഞാൻ ആ കേസിന്റെ പക്ഷെ നമുക്ക് തോന്നുന്നു ആ മെഡിസിൻ അത് തന്നെയാണ്, ഹൈ പൊട്ടൻസി കൊടുത്തിട്ട് മാറിയില്ലെങ്കിൽ ഞാൻ ഉടനെ ചെയ്യുന്ന ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ലോവർ പൊട്ടൻസിയിലോട്ട് നമുക്ക് ചേഞ്ച് ചെയ്യാം. കാരണം വെച്ചാൽ ചിലപ്പോൾ ഇത് മെഡിസിൻ എന്ന് പറയുന്നത് എന്താ, ഡൈനാമിക് എനർജിയാണ്. ഹോമിയോപ്പത്തിക് മെഡിസിൻസ് എല്ലാം ഡൈനാമിക് എനർജിയാണ്. പൊട്ടൻസി എന്ന് പറയുന്നത് തന്നെ എനർജിയാണ്. അപ്പൊ ഒരു പെർട്ടിക്കുലർ ഒരു ചേഞ്ച് ഓഫ് പൊട്ടൻസി ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ചേഞ്ച് ഓഫ് എനർജി കൊടുത്തു കഴിഞ്ഞാൽ റെസ്പോണ്ട് ചെയ്യാനുള്ള സാധ്യത കൂടുതൽ. അതുകൂടി ട്രൈ ചെയ്തിട്ടാണ് ആ പേഷ്യന്റിന്റെ അടുത്ത് പിന്നെ മാറുന്നില്ലെങ്കിൽ നമ്മളുടെ കേസ് ഒന്ന് അനലൈസ് ചെയ്യുക, നമ്മൾ ചെയ്യുന്നത് ശരിയാണോ, നമ്മളുടെ പ്രിസ്ക്രിപ്ഷൻ ശരിയാണോ എന്ന് ഒന്ന് നോക്കുക. പിന്നെ ഹൈപ്പർ സെൻസിറ്റീവ് പേഷ്യൻസ് വരുമ്പോൾ അലർജിക് അല്ലെങ്കിൽ ഈ വീൽസ് ഒക്കെ വെച്ചിട്ടുള്ള പേഷ്യൻസ് വരുമ്പോൾ, അല്ലെങ്കിൽ എന്തെങ്കിലും അലർജി കംപ്ലൈൻസ് ഉള്ള പേഷ്യൻസ് ആണെങ്കിൽ എപ്പോഴും മീഡിയം തുടങ്ങണം. മീഡിയം പൊട്ടൻസി 30 പൊട്ടൻസി വെച്ച് തുടങ്ങുന്നതാണ് ഏറ്റവും സേഫ്. റിപ്പീറ്റേഷനും നമ്മൾ ശ്രദ്ധിക്കണം. നമ്മളൊരു ഡോസ് കൊടുത്തിട്ട് അവരുടെ അടുത്ത് ഒന്ന് വിളിക്കാൻ പറയാം, വിളിച്ചിട്ട് വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ പിന്നെ അടുത്തത് റിപ്പീറ്റ് ചെയ്യരുത്. ആ ഒരു മെഡിസിൻ കൊണ്ട് അവരുടെ വീൽസിന് ഒന്ന് കുറവ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്ലാസിബോ കൊടുത്തു വിടാം, എന്നിട്ട് അത് കഴിച്ചാൽ മതി എന്ന് പറയാം. അല്ലാന്നുണ്ടെങ്കിൽ അടുത്ത ഡോസ് കൊടുക്കാൻ പറയും. അപ്പൊ ഹൈപ്പർ ആക്ടിവിറ്റി അല്ലെങ്കിൽ ഹൈപ്പർ സെൻസിറ്റിവിറ്റി ഉള്ള പേഷ്യൻസിന്, അലർജിക് ടെൻഡൻസി ഉള്ള പേഷ്യൻസിന് നമ്മൾ കൊടുക്കുമ്പോൾ ഇത് നോക്കുക. പിന്നെ അതുപോലെ ഹൈപ്പർ ആക്ടിവിറ്റി അല്ലെങ്കിൽ ഏതെങ്കിലും ക്രോണിക് കംപ്ലൈൻസിൽ ബെറ്റർ ആയിട്ടുണ്ടെങ്കിൽ, നമ്മുടെ മെഡിസിൻസ് കൊണ്ട് ബെറ്റർ ആയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ബെറ്റർ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്ലാസിബോ കൊടുക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. കാരണം മെഡിസിൻ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് അക്യൂട്ട് എക്സാജറേഷൻ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നെ അടുത്തത് ഞാൻ എൻ്റെ ഒരു ഇതിൽ വരുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓർഗൻ റെമഡീസ്, അല്ലെങ്കിൽ നമ്മൾ സ്പെസിഫിക് ആയിട്ട് ഇപ്പൊ PCOD വന്നു, നമ്മൾ ഓർഗൻ റെമഡീസ് എന്ന് പറഞ്ഞാൽ പല്ലേഡിയം, അതുപോലെ എന്താ പറയുക ഈസ്ട്രോജൻ, അല്ലെങ്കിൽ അങ്ങനത്തെ ഓർഗൻ സ്പെസിഫിക് ആയിട്ടുള്ള മെഡിസിൻസ് നമ്മൾ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് പാർഷ്യലി പ്രൂവ്ഡ് ആണ്. അതുകൊണ്ട് ലോവർ പൊട്ടൻസി തന്നെ സെലക്ട് ചെയ്യാം. ഓക്കെ.
അപ്പൊ ആ ഒരു ഇത് നോക്കുക. ബാക്കി നിങ്ങൾക്ക് അതിന്റെ കൂടെ ചിലപ്പോൾ നമ്മൾ ചിലപ്പോൾ ഇത് കൊടുക്കും, ഇന്റർ കറന്റ് മെഡിസിൻസ്. അതൊക്കെ നമ്മൾ പൊട്ടൻസി മെഡിസിൻ ഏതാണ് സെലക്ട് ചെയ്യുമ്പോൾ മെഡോറിനം നമ്മൾ സെലക്ട് ചെയ്യും, അല്ലെങ്കിൽ വേറെ ഇത് കൊടുക്കുന്നു ട്യൂബോക്കുലിനും അല്ലെങ്കിൽ മെഡോറിനും. ആ ഡിപ്പെൻസ് upon the മെഡിസിൻ. മെഡോറിനം ഒക്കെ നമുക്ക് ഹയർ പൊട്ടൻസി നോസോഡ് ആയതുകൊണ്ട് നമുക്ക് ഹയർ പൊട്ടൻസി ആയിരിക്കും, ബെറ്റർ ആക്ഷൻസ്. ഇങ്ങനെയാണ് ഇതില്. പിന്നെ പറയുന്നത് ഹൈ പൊട്ടൻസിയുടെ എന്താ പറയാ, കൊടുക്കാൻ പാടില്ല അല്ലെങ്കിൽ കൊടുക്കുന്നത് കൊണ്ട് റിസ്ക് ഉണ്ടാവുന്നത് വൈറ്റൽ ഓർഗൻസ്, ഇപ്പൊ കാർഡിയാക്ക് അല്ലെങ്കിൽ നമ്മുടെ ലിവർ, അങ്ങനെയുള്ള വൈറ്റൽ ഓർഗൻസിനാണ് എഫക്ട് ചെയ്യുന്നത്. പ്രത്യേകിച്ച് കാർഡിയാക് കേസസിൽ നമ്മൾ പെട്ടെന്ന് ഹൈപ്പോട്ടൻസിയിലോട്ട് പോവാതിരിക്കുകയാണ് ബെറ്റർ. ഇപ്പൊ പാത്തോളജി, നമ്മളുടെ ഡിസീസ് പാത്തോളജി നോക്കണം, ഡയഗ്നോസിസ് നോക്കണം, അതിന്റെ പ്രോഗ്നോസിസ് നോക്കിയിട്ടും കൂടി വേണം ഇത് പൊട്ടൻസി സെലക്ട് ചെയ്യാൻ. അപ്പൊ പ്രോഗ്നോസിസ് കുറവാണ്, പ്രോഗ്നോസിസ് നമുക്ക് മോശമാണെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ പാത്തോളജി ഭയങ്കര പാത്തോളജി ഉള്ള ഒരു കേസസിൽ സ്റ്റാർട്ട് വിത്ത് 30 അല്ലെങ്കിൽ ലോ പൊട്ടൻസി, അല്ലെങ്കിൽ മദർ ടിഞ്ചർ, അല്ലെങ്കിൽ 3x അല്ലെങ്കിൽ 12x, 6, 12, 30. ഇതായിരിക്കും ഏറ്റവും സേഫസ്റ്റ് സൈഡ്. കൊടുക്കരുത് എന്നല്ല പറയുന്നത്, പക്ഷെ സേഫസ്റ്റ് സൈഡ് നമ്മൾ ഇതുപോലെ തുടങ്ങുന്നതാണ്. ചിലപ്പോ ഈ അഡ്വാൻസ് പാത്തോളജി വന്നിട്ട് നമുക്ക് ചില സിംറ്റംസ് വളരെ റെയർ ആയിട്ടുള്ള സിംറ്റംസ് കിട്ടുള്ളൂ. ചിലപ്പോ പാത്തോളജിക്കൽ സിംറ്റംസ് മാത്രമേ കിട്ടുള്ളൂ. ക്യാരക്ടറിസ്റ്റിക് സിംറ്റംസ് ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയുള്ള ഒരു കേസിൽ PQRS ആയിട്ട് നമുക്ക് ചിലപ്പോ സിംറ്റംസ് പറഞ്ഞുകൊണ്ടിരിക്കുക. ഇങ്ങനെ വരുമ്പോൾ ചിലപ്പോ പേഷ്യന്റ് പറയാൻ മെന്റൽ സിംറ്റംസ് പെട്ടെന്ന് വരും, ഡ്രീംസ് വരും, അല്ലെങ്കിൽ തോട്ട്സ് വരും. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഹൈപ്പോട്ടൻസിയിലോട്ട് പോവാം. അല്ലാത്ത കേസുകളിൽ പാത്തോളജിക്കൽ പ്രിസ്ക്രിപ്ഷൻസിൽ പോവുക, ലോവർ പൊട്ടൻസി മാത്രം ശ്രദ്ധിച്ചു കൊടുക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ ഹൈപ്പർ ആക്ടിവിറ്റി, ഹൈപ്പർ സെൻസിറ്റീവ് ഉള്ളവർ ഗോ സ്ലോ, ഇൻഡിക്കേഷൻ ഹയർ the mental, higher the potency. അക്യൂട്ട് ഇൽനെസ് ആണ്, വൈറ്റൽ ഓർഗൻസ് ആണ് ഇൻവോൾവ് ആണെങ്കിൽ ലോവർ പൊട്ടൻസി. ഓക്കെ, പൊട്ടൻസി സെലക്ഷൻസിന്റെ ക്രൈറ്റീരിയാസ്, ബേസിക് ക്രൈറ്റീരിയാസ് നമ്മൾ സെലക്ട് ചെയ്യണം. അതിനനുസരിച്ച് നമ്മളുടെ ഒരു എക്സ്പീരിയൻസുകൾ വരും. അപ്പോ നമ്മൾ പറയും ടിഷ്യൂ റെമഡീസ് എല്ലാവരും ബയോ കോമ്പിനേഷൻസും ടിഷ്യൂസും ലോ പൊട്ടൻസി 3x 6 ആണ്. പക്ഷെ കാൽക്കേരിയ ഫ്ലോറൈഡ്, ഷിസ്ലർ എന്ന് പറയുന്നത് 1m ആണ് ഏറ്റവും ബെസ്റ്റ് പൊട്ടൻസി എന്നാണ്. അപ്പൊ നിങ്ങൾ ആ കാൽക്കേരിയ ഫ്ലോർ കൊടുക്കുമ്പോൾ നമ്മൾ 3x കൊടുക്കുന്നതിന് പകരം ഒന്ന് ഹയർ പൊട്ടൻസി ട്രൈ ചെയ്ത് നോക്കും. മാസ്റ്റർ ഓഫ് ടിഷ്യൂ റെമഡീസ് പറയുന്നത് കാൽക്കേരിയ ഫ്ലോർ കൊടുക്കുമ്പോൾ ഹൈ പൊട്ടൻസി കൊടുക്കുക എന്നുള്ളത്. ലോ പൊട്ടൻസിയുടെ ഇൻഡിക്കേഷൻസ് പറഞ്ഞത് ഞാൻ പറഞ്ഞു. നമ്മുടെ ഓർഗൻ റെമഡീസ്, അഡ്വാൻസ് പാത്തോളജി, ബയോകെമിക് ഇൻ ലോവർ, പക്ഷെ എക്സെപ്റ്റ് കാൽക്കേരിയ ഫ്ലോർ. ഓക്കെ, പിന്നെ പോസോളജീസ് പറഞ്ഞത് അസെൻഡിങ് പൊട്ടൻസീസ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അപ്പൊ നമ്മളൊരു പേഷ്യന്റിന് 30 കൊടുത്തു, അടുത്തത് നമുക്ക് 200, കാരണം സിംറ്റംസ് ചേഞ്ച് ചെയ്യുമ്പോൾ നമ്മൾ 200 ആക്കുന്നു, പിന്നെ 1m ആക്കുന്നു, പിന്നെ അങ്ങനെ ഓരോ പേഷ്യന്റിൽ തന്നെ ഓരോ കുറച്ച് ചിലപ്പം അടുത്തടുത്ത ചേഞ്ചസ് വരുന്നത്. ഇപ്പൊ നമ്മൾ റെമഡി മാറ്റുമ്പോൾ അത് 200, 1m, അത് മാർഗരറ്റ് ട്രെയ്ലർ പറഞ്ഞിട്ടുള്ള ഒരു മെത്തേഡാണ്. പക്ഷെ അതിലൊരു റിസ്ക് ഉണ്ട്. നമ്മളത് അത്രയും എക്സ്പീരിയൻസ് ആയിട്ട് വരുമ്പോഴാണ് ഇത് ഇങ്ങനെ പെട്ടെന്ന് മാറ്റിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ പോസോളജി കൊടുക്കുമ്പോൾ ഡീപ് ആക്ടിങ് മെഡിസിൻസ് കൊടുക്കുമ്പോൾ ഇപ്പോ ലൈക്കോപോഡിയം
ലൈക്കോപോഡിയത്തിന്റെ അഗ്രവേഷൻ ഈവനിങ് ആണ്. ഓക്കെ, അങ്ങനെ വരുമ്പോൾ ലൈക്കോപോഡിയം ആ ഈവനിങ് 4 to 8 കഴിഞ്ഞിട്ട് കൊടുക്കുക. 4-ന് മുമ്പ് കൊടുത്തു കഴിഞ്ഞാൽ അത് ഒന്നും കൂടി അഗ്രവേഷൻ ഉണ്ടാകും. നാട്രമ്യൂറിന്റെ അഗ്രവേഷൻ മോർണിംഗ് തുടങ്ങി ആഫ്റ്റർനൂൺ കൂടി പിന്നെ കുറയാന്നുള്ളതാണ് നാട്രമ്യൂറിന്റെ ഇത്. അപ്പൊ നാട്രമ്യൂർ രാവിലെ കൊടുക്കരുത് എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അഗ്രവേഷന് മുമ്പ് മെഡിസിൻസ് കൊടുത്തു കഴിഞ്ഞാൽ അഗ്രവേഷൻ സിവിയർ ആവും. അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പീരിയോഡിസിറ്റി ഉള്ള മെഡിസിൻസ് ഉണ്ടാവും. പീരിയോഡിസിറ്റി ഇപ്പോ ഒരു മെഡിസിൻ സെഡ്രോൺ എവറി മന്ത്ലി പീരിയോഡിസിറ്റി ഉണ്ടാവും. അപ്പൊ അങ്ങനെ നമുക്ക് അറിയാവുന്ന മെഡിസിൻ ആണ് വരുന്നെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു പേഷ്യന്റ് ആണ് നമ്മുടെ വരുന്ന പേഷ്യന്റ് നമ്മുടെ അടുത്ത് പറയുന്നത് സാറേ എല്ലാ 2 ആഴ്ച കൂടുമ്പോഴും നമുക്ക് അഗ്രവേഷൻ വരും, അല്ലെങ്കിൽ എല്ലാ വെള്ളിയാഴ്ച വരും, അല്ലെങ്കിൽ എല്ലാ ശനിയാഴ്ച വരും, അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു അഗ്രവേഷൻ കറക്റ്റ് ആയിട്ട് വരും. തിങ്കളാഴ്ച വന്നു കഴിഞ്ഞാൽ അടുത്ത തിങ്കളാഴ്ച. അങ്ങനെ വരുമ്പോൾ ആ മെഡിസിൻ അവിടെ പീരിയോഡിസിറ്റി ഉണ്ടെന്ന് നമുക്ക് അറിയണം, ആ മെഡിസിൻ ഉണ്ട്. അങ്ങനെ വരുന്ന കേസുകൾക്ക് നമ്മൾ ഹൈപ്പോട്ടൻസി കൊടുക്കാതിരിക്കുക എന്നുള്ളത്. കാരണം വെച്ചാൽ അത് അഗ്രവേഷൻസ് ഉണ്ടാകും. അപ്പൊ ഇങ്ങനെയുള്ള ചെറിയ 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 കാര്യങ്ങൾ. പിന്നെ പ്രിസ്ക്രിപ്ഷൻസ് നമ്മളുടെ പ്രാക്ടിക്കൽ ആണ് പറയുന്നത്. ഇപ്പൊ പോസ്റ്റോളജി സെലക്ഷൻസിൽ ഇത്രയും ചെറിയ ചെറിയ കാര്യങ്ങളിലാണ് നമ്മൾ കൂടുതൽ നോക്കുന്നത്. പക്ഷെ നമുക്ക് പ്രാക്ടിക്കലി ആയിട്ട് എന്താ സംഭവിക്കുന്നത്, നമ്മൾ പലപ്പോഴും പല വിധത്തിൽ പലവരും പല തരത്തിലാണ് ട്രീറ്റ് ചെയ്യുന്നത്, ഇല്ലേ? പക്ഷെ ബേസിക് കാര്യങ്ങൾ വേണം. നമ്മൾ എല്ലാത്തിനും ആർക്ക് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും എന്റെ എക്സ്പീരിയൻസ് എന്ന് പറയാം. അതൊക്കെ പറയാൻ എളുപ്പമാണ്. കാരണം വെച്ചാൽ മിക്കവാറും ഞാൻ ഫോസ്ഫറസ് 30 നമ്മൾ കൂടുതൽ റിപ്പീറ്റ് ചെയ്യരുതെന്ന് പറയും. പക്ഷെ എന്റെ റിപ്പീറ്റേഷൻ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ പേടിച്ചു പോകും. അരമണിക്കൂറിൽ വരെ ഞാൻ ഫോസ്ഫറസ് റിപ്പീറ്റ് ചെയ്യുന്നുള്ളൂ. അത് ചിലപ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ള ഫീഡ്ബാക്ക് ആണ്. പക്ഷെ അവിടെ നമ്മൾ പറയുന്നത് ഫോസ്ഫറസ് ഏറ്റവും ഹൈപ്പർ ആക്ടിവിറ്റി ഉള്ള ഒരു മെഡിസിൻ ആണ്. അതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് കൊടുത്ത് റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. അപ്പൊ പിന്നെ നമ്മൾ പറയും കോൺട്രാ ഇൻഡിക്കേഷൻസ്, അത് ഇതൊക്കെ പറയുന്നുണ്ടെങ്കിലും ബേസിക് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ സെലക്ഷൻസ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുക. അത് നമ്മളുടെ എക്സ്പീരിയൻസിനനുസരിച്ച് ഓൾട്ടർ ചെയ്യുക. ബേസിക് ഒരു പ്രിൻസിപ്പിൾസിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് പോവാന്നുള്ളതാണ് ഏറ്റവും ആവശ്യം. ഹൈ പൊട്ടൻസി ഹൈപ്പർ സെൻസിറ്റീവ് പേഷ്യൻസ് ഗോ ലോ ഇൻഡിക്കേഷൻസ് ഹയർ പൊട്ടൻസി. എനിക്ക് തോന്നുന്നു ഞാൻ എഴുതി വന്നിട്ടുള്ള എല്ലാ പോയിന്റ്സും കവർ ചെയ്തിട്ടുണ്ട്. ഹൈലി ആക്റ്റീവ് ഫോസ്ഫറസിന്റെ കാര്യം തന്നെയാണ് പ്രത്യേകിച്ച് പറയുന്നത്. ഹൈലി ആക്റ്റീവ് റെമഡീസ് ലൈക്ക് ഫോസ്ഫറസ് ആർ നോട്ട് ടോളറേറ്റഡ് ഇൻ ലോ പൊട്ടൻസി. അത് നോക്കേണ്ടതെന്ന് വെച്ചാൽ ഏറ്റവും ലോ പൊട്ടൻസിയിൽ, അതായത് ക്രൂഡ് ഫോമിൽ ഫോസ്ഫറസ് 3x ഫോസ്ഫറസ് 612 ഈ ഫോസ്ഫറസ് അതുപോലെ നമ്മൾ പറയില്ല ചില മെറ്റൽസ് ഒക്കെ ഏറ്റവും ഹൈലി ആക്റ്റീവ് ആണ്, അല്ലെങ്കിൽ ചില കെമിക്കൽസ് ഒക്കെ ഹൈലി ആക്റ്റീവ് ആയിട്ടുള്ള കെമിക്കൽസ് ഉണ്ട്. അത് അവിടെയാണ് ഡോക്ടർ ഇത് വരുന്നത്, നമ്മളുടെ ഡോക്ടറിൻ ഓഫ് സിഗ്നേച്ചേഴ്സ് വരുന്നത്. പൊട്ടൻസി സെലക്ഷൻസിൽ ഡോക്ടറിൻ ഓഫ് സിഗ്നേച്ചർ കൂടി വരുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളിലാണ്. അപ്പൊ നമ്മൾ അത് കുറച്ചും കൂടിയും ഡൈനാമിക് ലെവലിൽ തന്നെ കൊടുക്കുക അങ്ങനെയുള്ള മെഡിസിൻസിൽ. അപ്പൊ ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങളാണ് നമുക്ക് ചിന്തിക്കാനുള്ളത്. പിന്നെ എന്റെ എക്സ്പീരിയൻസസിൽ ഞാൻ പലപ്പോഴും ചെയ്യണമെന്ന് വെച്ചാൽ CM പൊട്ടൻസി വരെ നമ്മൾ ഫ്രീക്വന്റ് ആയിട്ട് റിപ്പീറ്റ് ചെയ്യും. അതിന് കാരണങ്ങളുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാല് ചിലപ്പോ ഒരു CM ഒരു ഡോസിൽ ചിലപ്പോൾ നല്ല റെസ്പോൺസ് കിട്ടുന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ച് ഒരു 5-6 മണിക്കൂർ കൂടി വെയിറ്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഒരു ഡോസ് റിപ്പീറ്റ് ചെയ്യും. ഹൈ പൊട്ടൻസി റിപ്പീറ്റ് ചെയ്യരുതെന്നൊന്നും എവിടെയും പറഞ്ഞിട്ടില്ല. നമുക്കൊരു എവിടെയാണ് എമർജൻസി തോന്നുന്നു അവിടെ റിപ്പീറ്റേഷൻ കൊടുക്കാന്നുള്ളതാണ്. അക്യൂട്ടിലാണെങ്കിൽ പ്രത്യേകിച്ച്. ചിലവർക്ക് ഫേവറബിൾ ആയിട്ടുണ്ട്. ചിലർ 1M അല്ലെങ്കിൽ ഹയർ പൊട്ടൻസീസ് മാത്രം ഉപയോഗിക്കുന്നവരുണ്ട്. ചിലർ ലോ പൊട്ടൻസി മാത്രം ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ നമ്മുടെ ഡോക്ടർ മുബാറക് ഒക്കെ
കൊടുങ്ങല്ലൂരിലെ ഡോക്ടർ മുബാറക്കിന്റെ പ്രിസ്ക്രിപ്ഷൻ കണ്ടു കഴിഞ്ഞാൽ 3x 6x മാത്രമേ ഉള്ളൂ. പക്ഷെ ഡോക്ടർ സുജാത കൊടുങ്ങല്ലൂരിലുള്ള പ്രിസ്ക്രിപ്ഷൻസ് കണ്ടു കഴിഞ്ഞാൽ 1M ആൻഡ് എബോവ് മാത്രമേ ഉള്ളൂ. അവർക്കും റിസൾട്ട് കിട്ടുന്നുണ്ട്, മുബാറക്കിനും ഡോക്ടർക്കും റിസൾട്ട് കിട്ടുന്നുണ്ട്. പക്ഷെ ഞാൻ ബേസിക്കലി ചെയ്യണത് എല്ലാ പൊട്ടൻസീസിലും നമ്മൾ നോക്കുക എന്നുള്ളതാണ്. പക്ഷെ പാത്തോളജിക്ക് അനുസരിച്ച് നമ്മുടെ ടിഞ്ചർ വേണോ 3x വേണോ, ചില മെഡിസിൻസിൽ 3xലാണ് നമുക്ക് ആക്ഷൻസ് കൂടുതൽ കിട്ടുന്നത്. ആ മെഡിസിൻ ആ പൊട്ടൻസി റിപ്പീറ്റ് ചെയ്യണോ വേണ്ട എന്നുള്ളതാണ് നമ്മളുടെ തീരുമാനം. മെഡിസിൻ അല്ല, പൊട്ടൻസി സെലക്ഷനും അത് എങ്ങനെ റിപ്പീറ്റ് ചെയ്യണം. പൊട്ടൻസി സെലക്ഷൻസിൽ ചിലപ്പോ ഇപ്പൊ ഞാൻ പറയണത് വെച്ചാല്, ഇപ്പൊ നമ്മളുടെ ഈ മെലസ്മയില് സീക്കേൽ കോറിന്റെ 30 കൊടുത്തിട്ടും റെസ്പോൺസ് ഇല്ല, ടിഞ്ചർ കൊടുത്തിട്ടും റെസ്പോൺസ് വരാറില്ല. 3xന് ബ്യൂട്ടിഫുൾ റെസ്പോൺസ് ആണ്. ഹൈ പൊട്ടൻസി കൊടുത്തിട്ടും എനിക്ക് കിട്ടിയിട്ടില്ല പല കേസുകളും. പക്ഷെ അങ്ങനെ ഒരു ആക്സിഡന്റലി നമ്മൾ ആ പൊട്ടൻസി സെലക്ട് ചെയ്തു. റിപ്പീറ്റേഷൻ ഇങ്ങനെയുള്ള കേസസിൽ നമ്മൾ കൂടുതൽ റിപ്പീറ്റ് ചെയ്യുക. കാരണം ഒരു എനക്കവും വരാത്തതാണ് ഈ മെലസ്മയൊക്കെ. അപ്പൊ അതിന്റെ കാരണങ്ങളുണ്ട്, ഇതുണ്ട്. പിന്നെ നാട്രം കാർബ് അതുപോലെ ബെസ്റ്റ് മെഡിസിൻസ് ആണ്. പക്ഷെ അതിൽ നാട്രം കാർബിന്റെ ഒരു പ്രശ്നം വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോട്ടോസെൻസിറ്റിവിറ്റിയും ഹോർമോണൽ ചേഞ്ചസും കൂടി ഉണ്ടാവണം ഈ മെലസ്മ എന്ന് പറയുന്നത്. അപ്പൊ അതാണ് പറയുന്നത് പാത്തോളജി, കോസേഷൻ, ഇതൊക്കെ കണക്റ്റഡ് ആണ് നമ്മളൊരു പൊട്ടൻസി സെലക്ട് ചെയ്യാൻ. പൊട്ടൻസി സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് എത്ര ഡോസിൽ റിപ്പീറ്റ് ചെയ്യണം, എങ്ങനെ റിപ്പീറ്റ് ചെയ്യണം. ഇപ്പൊ മെലസ്മ എന്ന് പറയുന്നത് സ്കിൻ കംപ്ലൈന്റിൽ നമുക്ക് എത്ര റിപ്പീറ്റ് ചെയ്താലും ഇറ്റ് ഈസ് നോട്ട് ഗോയിങ് ടു കൂടാനോ കുറയാനോ അങ്ങനെ പെട്ടെന്ന് പോകുന്നില്ല. പക്ഷെ അപ്പോഴും നമ്മൾ കുറച്ച് റിപ്പീറ്റ് ചെയ്യണം. റിപ്പീറ്റ് ചെയ്യാതെ ഇതിനൊരു എനക്കവും വരില്ല. അതുകൊണ്ടാണ് ഞാൻ പറയണത് നമ്മൾ പൊട്ടൻസി നോക്കുക. പൊട്ടൻസി മാത്രമല്ല, പാത്തോളജി, കോസേഷൻ. ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു സൺ നമ്മളുടെ ഇതുകൊണ്ട് ഒരു ഫോട്ടോസെൻസിറ്റീവ് സ്കിന്നാണ്. അവിടെ ഫോട്ടോസെൻസിറ്റീവ് സ്കിൻ എന്ന് പറയുമ്പോൾ അത് ഒരു അലർജിക്കുമാണ്, നമ്മളുടെ ഒരു എനർജി ലെവൽ വേറെയാണ്. അവിടെ പോയിട്ട് നമ്മൾ ഹയർ ദ പൊട്ടൻസി കൊടുത്തിട്ട്, ഹയർ ദ പാത്തോളജി മെഡിസിൻസ് കൊടുത്തിട്ട്, അതും ഫ്രീക്വന്റ് റിപ്പീറ്റേഷൻ ചെയ്തിട്ട് കുളമാക്കി വെക്കാൻ പറ്റില്ല. അതുപോലെ പൊട്ടൻസികളിൽ ഇപ്പൊ ഗ്രാഫൈറ്റിസ് എന്ന് പറയുന്ന ഒരു ഇനേർട്ട് സംഭവം. ഗ്രാഫൈറ്റിസ് 30 എന്റെ ഇത്രയും കൊല്ലത്തെ ജീവിതത്തിൽ 30 കൊടുത്തിട്ട് ഒരൊറ്റ കേസുകൾ പോലും എനിക്ക് കുളമായിട്ടില്ല. പക്ഷെ ഗ്രാഫൈറ്റിസ് അത് പൊട്ടൻസി എന്ന് പറഞ്ഞ എനർജി ലെവൽ മാറി 200 ഞാൻ ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 200 ഒരു ഡോസ് ഒരു പേഷ്യന്റ് കൊടുത്തിട്ട് ആ കേസ് മൊത്തം കുളമായിട്ട് പോകും. ഇത് കൂടും, എന്താ പറയുക, സ്കിൻ ഇതൊക്കെ കൂടിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ പൊട്ടൻസിയിലേയും കൂടി നമ്മൾ മെഡിസിൻ മാത്രമല്ല പൊട്ടൻസി സെലക്ഷൻസിലും ഏറ്റവും ഇമ്പോർട്ടന്റ് ഉണ്ട്. ഇനേർട്ട് ഗ്രാഫൈറ്റിസ് എന്ന് പറഞ്ഞാൽ ഇനേർട്ട് സംഭവമാണ്. പക്ഷെ 30 നമുക്ക് ഫ്രീക്വന്റ് ആയിട്ട് റിപ്പീറ്റ് ചെയ്യാം, എത്ര വേണമെങ്കിലും റിപ്പീറ്റ് ചെയ്യാം. എനിക്ക് ഇതുവരെ സ്കിന്നിലോ ഒന്നിലും എനിക്ക് ഇതുവരെ ഒരു ബാഡ് എഫക്ട്സും കിട്ടിയിട്ടില്ല. പക്ഷെ ഡൈനാമിക് ലെവലിൽ നമ്മൾ 200 1M പോകാൻ നോക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് കൊടുക്കേണ്ട മെഡിസിൻസും കൂടിയാണ് ഇത്. അവൻ ഇതൊരു എങ്ങനെ സെലക്ട് ചെയ്യണം, ഇതാണ് ബേസിക് പ്രിൻസിപ്പിൾസ്. നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഏത് മെഡിസിൻ എപ്പോഴാണ് വരുന്നത് നമ്മൾ നോക്കാം. ബേസിക് ആയിട്ടുള്ള ഇനേർട്ട് ആയിട്ടുള്ള ഇത് കൊടുക്കുകയാണെങ്കിൽ അതിന്റെ ആക്ഷൻസ് ഏറ്റവും കൂടുതൽ കിട്ടുന്നത് ഹയർ പൊട്ടൻസിയിലാണ്. നോ സോഡ്സിന്റെ ആക്ഷൻസ് ഹയർ പൊട്ടൻസിയിലാണ് കൂടുതൽ കിട്ടുന്നത്. പക്ഷെ നോ സോഡ്സ് മെഡോറിനം 30 കൊടുത്തിട്ടില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ മെഡോറിനം 30 ഞാൻ കൊടുക്കാറുണ്ട്. പക്ഷെ മെഡോറിനം 30 കൊടുക്കുന്നത് ഇൻഡിക്കേറ്റഡ് മെഡിസിൻ ആയിട്ട് കൊടുക്കുമ്പോഴാണ് ഞാൻ 30 പോകുന്നത്. നമ്മൾ മയാസ്മെറ്റിക് അപ്രോച്ചസിൽ കൊടുക്കുമ്പോൾ അതിന്റെ ആക്ഷൻ കൂടുതൽ വരുന്നത് ഹയർ പൊട്ടൻസിയിലാണ്. അപ്പൊ നമ്മൾ എന്തിനാണ് മെഡിസിൻ സെലക്ട് ചെയ്യുന്നത്? ഇപ്പൊ മെഡോറിനം 30, ഇപ്പൊ കൺജസ്റ്റീവ് മെഗലാകോളൻ, ഒരു കുട്ടിക്ക് കോൺസ്റ്റിപ്പേഷൻ ആണ്, കൺജസ്റ്റീവ് മെഗലാകോളൻ വരുന്ന ഒരു കേസിൽ ഹയർ പൊട്ടൻസിനേക്കാളും കൂടുതൽ ആ കുട്ടിക്ക് കൊടുക്കേണ്ടത് ലോവർ പൊട്ടൻസി ഫ്രീക്വന്റ് റിപ്പീറ്റേഷൻ കൊടുത്ത് നമ്മളുടെ ആ ഒരു ഇനേർട്ട് ആയിട്ട് കിടക്കുന്ന കോളോനെ ഒരു മൂവ്മെന്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം. എന്റെ അല്ലെങ്കിൽ ആ രോഗിക്ക് ആവശ്യം ഉണ്ടാക്കുന്നത്. കൺജസ്റ്റീവ് മെഗലാകോളൻ എന്ന് പറയുന്നത് നിങ്ങൾ ബോറിക്കോ അല്ലെങ്കിൽ ഏത് മെഡിക്കൽ എടുത്ത് നോക്കിയാലും ഉള്ള ഒരു അസുഖമാണ്.
അപ്പൊ കൺജസ്റ്റീവ് ഇത് മെഗലോകോളൻ വരുമ്പോൾ നമ്മുടെ കോളോണിന്റെ എഫക്ട് കുറയുന്നു, കോളോണിന്റെ എലാസ്റ്റിസിറ്റി കുറയുന്നതുകൊണ്ട് വരുന്ന ഒരു സംഭവമാണ്. അപ്പൊ എലാസ്റ്റിസിറ്റി കൂട്ടാനായിട്ടും കോൺസ്റ്റിപ്പേഷൻസിനും നമുക്ക് ലോവർ പൊട്ടൻസി കൊടുത്ത് ഇത് ചെയ്യാം. അപ്പൊ നമ്മൾ എന്തിനു കൊടുക്കുന്നു, എന്താണ് നമ്മുടെ ഉദ്ദേശം? ഒരു മെഡിസിൻസ് കൊടുക്കുമ്പോൾ നമ്മളുടെ പാത്തോളജിയിൽ മാറ്റം വരുത്താനാണോ, നമ്മളുടെ ഫിസിയോളജിയിൽ മാറ്റം വരുത്താനാണോ, ആ അസുഖം ത്തിന്റെ പാത്തോളജി നമുക്ക് ചിലപ്പോൾ അറിയാം. ക്യാൻസർ ലാസ്റ്റ് സ്റ്റേജ്, ഫോർത്ത് സ്റ്റേജിലൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാനില്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക? നമ്മളുടെ ഐഡിയ എന്താണ്? അത് എത്ര നമുക്ക് പ്രശ്നങ്ങളില്ലാതെ നീട്ടി കൊണ്ടുപോകണമെങ്കിൽ നമുക്ക് ലോവർ പൊട്ടൻസിയിലോട്ട് ഇട്ട് ചെയ്താല് അത് നമ്മൾ ഉദ്ദേശിക്കുന്ന ഫലം കിട്ടും. ഹയർ പൊട്ടൻസി കൊടുക്കുമ്പോൾ നമുക്കൊരു ഐഡിയ ഉണ്ട് അതെന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. കാരണം ഫിസിയോളജിക്കൽ കംപ്ലൈന്റ്, മെന്റൽ സിംറ്റംസ്, OCDയിലൊക്കെ ലോവർ പൊട്ടൻസി കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാനില്ല. ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡറിൽ മെന്റൽ സിംറ്റംസ് മാത്രമേ ഉള്ളൂ. അത് കേസ് എടുക്കുക, അതിന്റെ ഇത് നോക്കുക, ഡീറ്റെയിൽസ് നോക്കുക, നമുക്ക് ഏത് മെഡിസിൻസാണ് വരണമെന്ന് നോക്കുക, ഇത് കൊടുക്കുക. അപ്പോൾ അങ്ങനെ വരുമ്പോഴും നമുക്ക് മാക്സിമം ഈ പൊട്ടൻസികളിൽ വ്യത്യാസങ്ങൾ വരുത്തണം. അപ്പോൾ കണ്ടീഷൻ ഓഫ് ദ ഡിസീസ്, പാത്തോളജി ഓഫ് ദ ഡിസീസ്, ഏത് ഓർഗനിലാണ് ആ ഡിസീസ് വന്നിട്ടുള്ളതെന്ന് വെച്ചാൽ അത് ബ്രെയിനിലാണെങ്കിൽ അതിനനുസരിച്ച്, അല്ലെങ്കിൽ കാർഡിയാക്ക് ആണെങ്കിൽ അതിനനുസരിച്ച്, റെസ്പിറേറ്ററിയിൽ നമ്മൾ ഹയർ പൊട്ടൻസി കൊടുക്കാറുണ്ട്. പക്ഷെ റെസ്പിറേറ്ററിയിൽ നമ്മൾ നോക്കേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് പാത്തോളജി ഉണ്ടോ എന്നുള്ളതാണ്. COPD ഉണ്ടോ, അല്ലെങ്കിൽ നമ്മുടെ കോവിഡിന്റെ സമയത്തൊക്കെ വന്നിട്ടുള്ള എന്താ പറയാ മിറർ ബ്രോക്കൺ ഇമേജ് ഉണ്ടോ, അല്ലെങ്കിൽ ഹണി കൂംപ് ലങ്സ് ആണോ, CCF ഉണ്ടോ. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള നമ്മളുടെ ഡയഗ്നോസിസിലും കൂടിയാണ് നമ്മളുടെ പോസോളജി ഏറ്റവും കൂടുതൽ നിൽക്കുന്നത്. അപ്പൊ അത് നോക്കുക, നമ്മൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുക. ഇപ്പൊ നേരത്തെ ക്ലാസ്സിൽ പറഞ്ഞ പോലെ TPO, തൈറോയ്ഡ് നോഡ്യൂൾ ഉണ്ടോ, നോഡ്യൂൾ ഉണ്ടെങ്കിൽ നമ്മൾ നോഡ്യൂൾ ഉണ്ടെങ്കിൽ അതൊരു പാത്തോളജിയാണ്. അപ്പൊ പാത്തോളജി ഉണ്ടെങ്കിൽ അത് കവർ ചെയ്യാന്നുള്ളതാണ് ആദ്യ ആവശ്യം. അതുപോലെ പാത്തോളജിക്കൽ പ്രിസ്ക്രിപ്ഷൻസ് ചെയ്യുന്നു. നമ്മൾ നോഡ്യൂള് കണ്ടു, നമ്മൾ തൈറോയിഡിനാണ് മെഡിസിൻ കൊടുക്കണം എന്ന് നമുക്ക് തോന്നി. അങ്ങനെയുള്ള സമയത്ത് ഒന്നില്ലെങ്കിൽ ലോവർ പൊട്ടൻസി അല്ലെങ്കിൽ മീഡിയം പൊട്ടൻസി കൊടുത്താലേ ആ നോഡ്യൂളിനുള്ള എഫക്ട് വരുള്ളൂ. ഒരു ഇംപ്രൂവ്മെന്റ് വന്നിട്ട് പിന്നെ നമുക്ക് വേണമെങ്കിൽ പൊട്ടൻസിയിലോട്ട് ചേഞ്ച് ചെയ്യാം. അപ്പൊ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കുക. റിസ്ക് ഇപ്പൊ ജൂനിയേഴ്സിന്റെ കാര്യത്തിൽ പറയുന്നത്, സീനിയേഴ്സിന് ഒരു 10 പേഷ്യന്റോ 20 പേഷ്യന്റോ 30 പേഷ്യന്റോ 40 പേഷ്യന്റോ കിട്ടുന്നവർക്ക് റിസ്ക് എടുക്കാം. ചിലപ്പോൾ അവരുടെ ഒരു എക്സ്പീരിയൻസിൽ അവർ പറയുന്നത് ഇതിന് ഈ CM തന്നെയാണ് പറ്റുള്ളൂ, ഓക്കെ CM നമുക്ക് കൊടുക്കാം. അത് ഒരു ധൈര്യം ഉണ്ട് അവർക്ക്. അപ്പൊ ജൂനിയേഴ്സ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഏറ്റവും സേഫസ്റ്റ് കളി കളിക്കുക, പേഷ്യൻസിന് ഉണ്ടാക്കുക. സേഫസ്റ്റ് ആയിട്ട് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് 30 to 100, 1M, 3X അങ്ങനെയുള്ള ഒരു ഇതിൽ കളിച്ചിട്ട് നമ്മൾ കോൺഫിഡൻസ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് CM റിപ്പീറ്റ് ചെയ്യാം. CM റിപ്പീറ്റ് ചെയ്യരുതെന്നോ അല്ലെങ്കിൽ 10M റിപ്പീറ്റ് ചെയ്യരുതെന്നോ 50M റിപ്പീറ്റ് ചെയ്യരുതെന്നോ ഒരു കാരണവശാലും ഹനുമാൻ എവിടെയും പറഞ്ഞിട്ടില്ല, ഒരു ഓർഗനോണിലും പറഞ്ഞിട്ടില്ല. പക്ഷെ ആവശ്യം ഉണ്ടോ ഇല്ല എന്നുള്ളതാണ് നമ്മൾ തീരുമാനിക്കേണ്ടത്. ഈ പേഷ്യന്റിന് ഈ മരുന്ന് കൊടുത്താൽ മാറും, മിനിമൽ മെഡിസിൻ കൊടുത്താൽ മാറും എന്ന് നമുക്കൊരു ഉറപ്പുണ്ടെങ്കിൽ പിന്നെ അത് റിപ്പീറ്റ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പൊ റിപ്പീറ്റ് ചെയ്യുമ്പോൾ വെറുതെ മരുന്ന് കൊടുക്കേണ്ട കാര്യങ്ങളില്ല. പക്ഷെ അക്യൂട്ട് കംപ്ലൈൻസിൽ അല്ലെങ്കിൽ ചില പാത്തോളജി, ഇപ്പൊ ഫൈബ്രോയിഡിൽ റിപ്പീറ്റ് ചെയ്യാതെ അല്ലെങ്കിൽ ഒരു ഡോസ് കൊടുത്തിട്ട് മാറ്റിയ കുറെ ഡോക്ടേഴ്സിന് എനിക്കറിയാം. ഇപ്പൊ പിറവത്തൊരു ഡോക്ടർ സജി ജോൺ ഉണ്ട്, എൻ്റെ ഒരു ജൂനിയർ കൂടിയാണ്. പക്ഷെ അവരുടെയൊക്കെ പ്രിസ്ക്രിപ്ഷൻ ചിലപ്പോൾ നമ്മൾ തന്നെ ഞെട്ടിപ്പോകും. 1-2 ഡോസ് 1M അല്ലെങ്കിൽ ഹൈപ്പൊട്ടൻസി കൊടുത്തിട്ട് ഫൈബ്രോയിഡ് വരെ മാറ്റിയ കേസുകളുണ്ട്. പക്ഷെ അത്രയും കോൺഫിഡൻസ് നമുക്ക് ഇല്ല. കാരണം അവർ വർക്ക് ചെയ്തിരുന്ന ഗവൺമെന്റ് സെക്ടറിലും കൂടിയാണ്. അപ്പൊ അവർക്ക് ഓവർ ദി ഇയേഴ്സ് എക്സ്പീരിയൻസുകൾ കൂടുതലുണ്ടാവാം, അല്ലെങ്കിൽ ആ ഒരു കോൺഫിഡൻസ് ടു ഗിവ് ദാറ്റ് 1 ഡോസ് കൊടുത്തിട്ട് വെയിറ്റ് ആൻഡ് വാച്ച്, അത് ഹൈപ്പൊട്ടൻസിയിൽ വെയിറ്റ് ആൻഡ് വാച്ച് ചെയ്യാനുള്ള അവർക്കുള്ള ഒരു ഇതുണ്ട്. അപ്പൊ ഞാൻ ഉദ്ദേശിക്കുന്ന പാത്തോളജിക്കും കൂടി നോക്കിയിട്ടാണ് ഞാൻ മെഡിസിൻ കൊടുക്കുക. നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ മെഡിസിൻ കൊടുക്കും, മയസ്മെറ്റിക് മെഡിസിൻസ് കൊടുക്കും, അത് ചിലപ്പോൾ ഹയർ പൊട്ടൻസി ആവും.
പക്ഷെ പാത്തോളജിക്കൽ പ്രിസ്ക്രിപ്ഷൻസിലോട്ട് നമ്മൾ പോകുമ്പോൾ അല്ലെങ്കിൽ ആ ഓർഗൻ റെമഡീസ് ആണെങ്കിൽ ഞാൻ കൊടുക്കുന്നത് 30 മുതൽ 200 ആണ്. 3x കൊടുക്കും. അങ്ങനെ നമ്മളത് മാറ്റി മാറ്റി കുറച്ച് കുറച്ച് കൊണ്ടുവരിക എന്നുള്ളത്. പിന്നെ ഇതുപോലെ തന്നെ നമ്മൾ ചിലപ്പോൾ സ്കിൻ കംപ്ലയിൻസ് തന്നെ പല വിധത്തിലുണ്ട്. അത് അവിടെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡയഗ്നോസിസ് വരേണ്ടത്. സ്കിൻ കംപ്ലയിന്റിൽ ചിലപ്പോൾ നമ്മൾ പറയണം കറക്റ്റ് ആയിട്ട് ഇപ്പോൾ ഒരു ഊസിങ് വരികയാണ്, ദാറ്റ് ഈസ് വെരി സ്റ്റിക്കി. നമുക്ക് അങ്ങനെ ഒരു സിംറ്റം കിട്ടുന്നുണ്ടെങ്കിൽ അത് ക്ലിയർ മെഡിസിൻ ആണ്. പക്ഷെ പാത്തോളജി സ്കിന്നിൽ നമ്മൾ കൊടുക്കേണ്ടത് മെഡിസിൻ നമ്മൾ ഗ്രാഫൈറ്റിസ് ആണ്. പക്ഷെ റിപ്പീറ്റേഷൻ എനർജി ലെവല് സ്കിന്നിലെ എനർജി ലെവല് കുറവാണ്. നമ്മൾ അതിന്റെ പാത്തോളജി നോക്കിയിട്ട് നമ്മൾ കൊടുക്കുമ്പോൾ സേഫർ ആയിട്ട് തുടങ്ങുക. വൺസ് വി ഗെറ്റ് ദ റെസ്പോൺസ്, നല്ല റെസ്പോൺസ് കിട്ടുന്നുണ്ട്, 30 കൊടുത്തിട്ട് ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്, നമുക്ക് വേണമെങ്കിൽ പൊട്ടൻസി കൂട്ടാം. അത് ഓരോ ഫിസിഷ്യന്റെ ഒരു എക്സ്പീരിയൻസിലും ഒക്കെ കൂടിയിട്ടാണ്. അപ്പം നമ്മൾ മോർ ദ സീനിയർ അല്ലെങ്കിൽ ജൂനിയർ അങ്ങനെയല്ല. നമുക്കൊരു 10 കേസ് നമുക്കൊരു ധൈര്യമായിട്ട് കൊടുത്ത് റിസൾട്ട് കിട്ടി. 11ാമത്തേലും നമുക്ക് പോസോളജിയിലും നമുക്ക് ധൈര്യമായിട്ട് റിസ്ക് എടുക്കാം. അപ്പോൾ റിസ്ക് ഫാക്ടേഴ്സ് അതുപോലെ പോസോളജി ഡിസൈഡ് ചെയ്യേണ്ടത് കേസ് എടുത്ത ഡോക്ടറാണ്. മിക്കവാറും എന്താ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ പല ഡോക്ടേഴ്സും നമ്മുടെ അടുത്ത് വിളിച്ച് ചോദിക്കും, ഡോക്ടറെ അങ്ങനെ ഒരു കേസ് വന്നു, ഇങ്ങനെ ഒരു കേസ് വന്നു, മറ്റേതൊരു കേസ് വന്നു, എന്ത് മെഡിസിൻ കൊടുക്കും, ഏത് പൊട്ടൻസി കൊടുക്കും? എളുപ്പമല്ല അങ്ങനെ ഒരു കേസിന് നമുക്ക് പ്രിസ്ക്രൈബ് ചെയ്യാന്ന് പറയും. പക്ഷെ ആ ഡോക്ടർ കേസ് എടുത്ത ഡോക്ടർ കറക്റ്റായിട്ട് നമുക്കൊരു ഡിസ്ക്രിപ്ഷൻ തരാണ്, പാത്തോളജി ഇന്നതുപോലെ ഉണ്ട്, അതുണ്ട്, ഇതുണ്ട്, അല്ലെങ്കിൽ ഇതൊന്നുമില്ല, ഇത് മാത്രമേ ഉള്ളൂ, എക്സാം ചെയ്തിട്ട് ഒന്നും കണ്ടില്ല എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് ഒപ്പീനിയൻ കൊടുക്കാം. പക്ഷെ അപ്പോഴും ഹനുമാൻ പറഞ്ഞിട്ടുള്ള ബേസിക് പൊട്ടൻസി സെലക്ഷൻസിന്റെ ക്രൈറ്റീരിയാസ് ഉണ്ട്. അത് ഏറ്റവും നന്നായിട്ട് നോക്കുക. ഇനി പൊട്ടൻസി സെലക്ഷൻ ഏറ്റവും സിമ്പിൾ ആയിട്ട് പറഞ്ഞിട്ടുള്ള ബുക്കാണ് പ്രിൻസിപ്പൽസ് ആൻഡ് പ്രാക്ടീസ് ഓഫ് ദാവ്ലെ. ഹോമിയോപ്പതിയിൽ പൊട്ടൻസി അല്ലെങ്കിൽ പൊട്ടൻസി സെലക്ഷൻ ഇത്രയും സിംപ്ലിഫൈഡ് ആയിട്ട് പറഞ്ഞിട്ടുള്ള വേറൊരു ഓതർ ഇല്ല. അദ്ദേഹം അലോപ്പതി ലെവലിലും പോയിട്ടുണ്ട്, അതായത് മോഡേൺ മെഡിസിൻസിന്റെ ലെവലിലും പോയിട്ടുണ്ട്, ഹോമിയോപ്പതി ലെവലിലും പോയിട്ട് സിമ്പിൾ ഇംഗ്ലീഷിൽ ഒരു 20 പേജാണ്. അതാണ് ഞാൻ നേരത്തെ എനിക്ക് കിട്ടാൻ 20-21 പേജസ് ആണ് സിംപ്ലിഫൈഡ് ആയിട്ട് കറക്റ്റ് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഇറങ്ങിയ ഒരു കുട്ടിക്ക് പോലും അല്ലെങ്കിൽ ഫസ്റ്റ് ഇയർ പഠിക്കുന്ന കുട്ടിക്ക് പോലും അതിൽ നിന്ന് വായിച്ചു കഴിഞ്ഞാൽ ഒരു ബേസിക് ഇത് നമുക്ക് കിട്ടും. അതുകൊണ്ട് എൻ്റെ എക്സ്പീരിയൻസും എനിക്ക് ടീച്ചേഴ്സ് പകർന്ന് തന്നിട്ടുള്ളതും ഇതാണ് ഞാൻ പോസോളജിയിൽ എടുത്തിട്ടുള്ളത്. പിന്നെ ചിലപ്പോ റാഷണൽ ആണോ ഇറാഷണൽ ആണോ എന്നറിയില്ല, നമുക്കൊരു കിക്ക് വരും ചില സമയത്ത്, നമുക്കൊരു ഇൻറ്റ്യൂഷൻസ് വരും. അത് ചിലപ്പോ പൊട്ടൻസി ചിലപ്പോ ഹൈ റിപ്പീറ്റേഷൻസിൽ വരെ പോവാം. അത് ഒരു 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 സിക്സ്ത് സെൻസ് ചിലപ്പോൾ നമുക്ക് പറയും. അങ്ങനെ വരുന്ന സമയത്താണ് ഞാൻ ഈ എല്ലാ കളികളും കളിക്കുന്നത്. പക്ഷെ 99-90% ആ റിസ്ക് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ റിസൾട്ട് വരാറുണ്ട്. ഇല്ലാന്നൊന്നും ഞാൻ പറഞ്ഞില്ല, ഫെയിലിയേഴ്സ് ഉണ്ട്, ഇല്ലാന്നൊന്നും നമ്മൾ പറയുന്നില്ല. അതൊരു ശരിയായ മെത്തേഡ് ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയില്ല. പക്ഷെ എൻ്റെ ഒരു ശരിയായ മെത്തേഡ് ആവണം. കാരണം ആ ഇൻറ്റ്യൂഷൻസ് നമ്മുടെ മനസ്സിൽ വന്നു കഴിഞ്ഞാൽ ഇത് വണ്ണം നമുക്ക് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന റിസൾട്ട്സ് 2 ദിവസം കൊണ്ട് കിട്ടും, അല്ലെങ്കിൽ 3 ദിവസം കൊണ്ട് കിട്ടും. അല്ലെങ്കിൽ നമ്മൾ പറയണം ഇന്ന ആ പഴയ കേസസിൽ എനിക്ക് 2 ദിവസം കൊണ്ട് കിട്ടി, ഇത് നമുക്ക് അതിനും നന്നായിട്ട് റിസൾട്ട് കിട്ടണമെങ്കിൽ നമ്മൾ ഈ മെത്തേഡ് സെലക്ട് ചെയ്യണം, അല്ലെങ്കിൽ ഇന്ന പോലെ റിപ്പീറ്റ് ചെയ്യണം. നമുക്കൊരു ഇൻറ്റ്യൂഷൻസ് വന്നു കഴിഞ്ഞാൽ പിന്നെ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, പിടിച്ചാൽ കിട്ടില്ല. ഞാൻ കൊടുക്കാറുണ്ട്, അതിന് റിസൾട്ട്സും കിട്ടാറുണ്ട്. അപ്പോൾ നമ്മളുടെ ഒരു ഇന്റൻഷൻസ് മെഡിസിന്, സീറ്റ് ഓഫ് മെഡിസിൻസ്, പാത്തോളജി, ഡോക്ടർ ഓഫ് സിഗ്നേച്ചർ, പിന്നെ മെഡിസിൻ, നേച്ചർ ഓഫ് മെഡിസിൻസ്, ഇത്രയൊക്കെ പറയുമ്പോൾ പേടിക്കേണ്ടതൊന്നും വേണ്ട. ജൂനിയേഴ്സിന് ഏറ്റവും എളുപ്പമാണ് 1+1=2, ഇത്രയുള്ള ഹോമിയോപ്പതി. ബാക്കിയൊക്കെ നമുക്ക് പിന്നെ നോക്കാം.
അപ്പോൾ ഇത്രയും ആണ് എനിക്ക് ഇന്ന് ഒരു പറയാം. ബാക്കിയുള്ളവരുടെ എക്സ്പീരിയൻസും കൂടി എനിക്കൊന്ന് കേൾക്കണം. കാരണം വെച്ച് കഴിഞ്ഞാല് അവര് ഏറ്റവും സീനിയേഴ്സ് ഉണ്ട്, ജൂനിയേഴ്സ് ഉണ്ട്. പലതും നമ്മൾ പഠിക്കുന്നത് ജൂനിയേഴ്സിൽ നിന്നും കൂടിയാണ്. അപ്പൊ പിന്നെ ജൂനിയേഴ്സിനും സീനിയേഴ്സിനും ഒന്നും മാറ്റി നിർത്താൻ പറ്റില്ല. എനിക്ക് അവരുടെ ഒരു എക്സ്പീരിയൻസ് കൂടി ഈ സബ്ജക്റ്റിൽ എന്തായാലും കിട്ടണം. ഞാൻ സ്ക്രീൻ ഷെയറിങ് നിർത്തുകയാണ്. പ്ലീസ് സീനിയേഴ്സും ജൂനിയേഴ്സും ഒരു 10 മിനിറ്റ് ഉണ്ട് എനിക്ക്, കാരണം നമ്മളത് പഠിക്കുകയും കൂടിയാണ്. നമ്മളുടെ ഒരു എക്സ്പീരിയൻസ് ആണ്. പക്ഷെ നമ്മൾ ഇത്രയും കൊല്ലത്തെ എക്സ്പീരിയൻസിലാണ്. പക്ഷെ നമ്മൾ പലരുടെ അടുത്തുനിന്നും പഠിക്കുന്നുണ്ട്. ഇതെനിക്ക് പഠിക്കേണ്ട ഒരു സബ്ജക്റ്റും കൂടിയാണ്. കൂടുതൽ പഠിക്കണം. LM പൊട്ടൻസി നേരത്തെ ക്ലാസ് എടുത്തു, ഒരു യൂസ് ചെയ്യാറുണ്ട്. ഞാൻ വളരെ റെയർ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു പൊട്ടൻസിയാണ് LM പൊട്ടൻസി. കാരണം വെച്ചാൽ 30 to 100 3x നമുക്ക് ഉദ്ദേശിക്കുന്ന റിസൾട്ട്സ് കിട്ടാറുള്ളതുകൊണ്ട് LM പൊട്ടൻസി ഞാൻ വളരെ റെയർ ആയിട്ട് ട്രൈ ചെയ്തിട്ടുള്ള പൊട്ടൻസിയാണ്. ഓൾട്ടർനേറ്റിംഗ് അല്ലെങ്കിൽ മറ്റേതൊക്കെ നമ്മൾ ഇത് ചെയ്തിട്ടുണ്ട്. പിന്നെ പറയും വാട്ടർ മെത്തേഡ് എന്ന് പറയും. ഇസ്മായിൽ സെറ്റ് എന്നൊക്കെ കൊടുക്കുന്ന പൊട്ടൻസി വാട്ടർ എന്താ പറയാ, പ്ലസിംഗ് മെത്തേഡ് എന്ന് പറയും. അതും എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഉപയോഗിക്കാൻ പറ്റിയിട്ടുണ്ടോന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല. പക്ഷെ ഇസ്മായിൽ ചേട്ടന്റെ ഈ മിക്കവാറും ഇത് കേട്ടിട്ട് ഞാൻ പ്ലസിംഗ് മെത്തേഡ് ട്രൈ ചെയ്യാറുണ്ട്. പക്ഷെ ആ ഒരു ചിലപ്പോൾ നമ്മൾ ഇത്രയും കൊല്ലം ഉപയോഗിച്ചുകൊണ്ടായിരിക്കും പുതിയതൊരെണ്ണത്ത് കളിക്കാൻ ഒരു മടി. പക്ഷെ വല്ലപ്പോഴും ഒക്കെ ട്രൈ ചെയ്യാറുണ്ട്. എല്ലാം ട്രൈ ചെയ്യാറുണ്ട്. അങ്ങനെ അത് വേണമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഓക്കെ ഓക്കെ സ്ക്രീൻ ഷെയർ. ഓക്കെ, അപ്പൊ ഇന്ന് എന്തായാലും സാറിന്റെ പോസ്റ്റോളജി കൂടുതലും ഡോക്ടർ പറഞ്ഞത് ഒരു ബേസിൽ നിന്നുകൊണ്ടുള്ള പോസ്റ്റോളജിയാണ്. കാരണം മോസ്റ്റ് സിമിലിബോ ആണെങ്കിൽ ഹയർ പൊട്ടൻസി, മെന്റൽ സിംറ്റംസ് കൂടുതൽ വന്നാൽ ഹയർ പൊട്ടൻസി, എന്താണ് ഇമ്പോർട്ടൻ്റ് ഓർഗൻസിനെ ബാധിക്കുന്നതാണെങ്കിൽ ലോ പൊട്ടൻസി, പത്തോളജി കൂടുതലുണ്ടെങ്കിൽ ലോ പൊട്ടൻസി, എല്ലാം കൂടുതലും സാറ് പറഞ്ഞു ഇൻറ്റ്യൂഷൻസ് വരുമ്പോഴൊഴികെ ബാക്കിയെല്ലാം ഒരു ബേസിൽ നിന്നുകൊണ്ടുള്ള പോസ്റ്റോളജി തന്നെയാണ് പറഞ്ഞത്. അപ്പൊ ഇനി മറ്റ് സീനിയർ ജൂനിയർ ഡോക്ടേഴ്സിനെല്ലാം അവരവരുടെ പോസ്റ്റോളജിയെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ അല്ലെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാവുന്നതാണ്. എന്തായാലും 12 ഡോക്ടർ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ഡോക്ടറെ അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചോളൂ. ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ഡോക്ടറാണ് ഭദ്രൻ ഡോക്ടർ. ഭദ്രൻ ഡോക്ടറുള്ള എക്സ്പീരിയൻസ് നമുക്ക് കേൾക്കാം. പറഞ്ഞോളൂ ഡോക്ടർ. ഭദ്രൻ ഡോക്ടറെ വീഡിയോ ഒന്ന് ഓൺ ചെയ്യണം, ഞങ്ങൾക്കൊന്ന് കാണുകയും വേണം. ഇന്നിപ്പം വീഡിയോ ഓൺ ചെയ്യാൻ പറ്റിയ വരുവല്ല. ഓക്കെ, ചാറ്റൊന്നും ഇട്ടിട്ടില്ല, അതുകൊണ്ട് വേണ്ട. ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് പോസ്റ്റോളജിയുടെ ഡോക്ടർ സൈറ്റിന്റെ ക്ലാസ് വളരെ നന്നായിരുന്നു. കോംപ്രിഹെൻസീവ് പ്രിൻസിപ്പിൾസിലുള്ള ഇത് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ഞാൻ ഇതിൽ 1-2 എക്സെപ്ഷൻസ് എനിക്ക് ഉണ്ടായിട്ടുള്ള മെച്ചം കുറച്ച് ഇവിടെ നിന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് പറയുന്നത്. അപ്പോൾ ഗ്രാഫൈറ്റ്സ് 30th പൊട്ടൻസി കഴിഞ്ഞ് ബാക്കി എല്ലാം കുളമായിട്ടുള്ളതായിട്ടാണ് സൈഡ് സാർ പറഞ്ഞത്. അപ്പോൾ എനിക്ക് പണ്ടൊക്കെ അങ്ങനെ ആയിരുന്നു. പക്ഷേ ഇൻഡർട്രിഗോ കിട്ടുകയാണെങ്കിൽ ഞാൻ 10 mA കൊടുക്കുകയുള്ളൂ. അത് ഉടൻ തന്നെ കുറയുകയും ചെയ്യും. വിരലിനിടയിൽ തൊലി ചത്തു പോകുന്ന അതുപോലത്തെ അവസ്ഥയിൽ. പിന്നെ അത് ശരിക്കും അത് എത്ര നല്ലോണം സോറായിരിക്കുന്ന കേസാണെങ്കിൽ തന്നെ ഒരു ഡോസ് ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു 2 ആഴ്ച കഴിയുമ്പോൾ ചിലപ്പോൾ ഒരു ഡോസ് കൊടുത്തെന്ന് വരും. പക്ഷെ അതെല്ലാം ക്യൂർ ആകും. അതിന് അഗ്രവേഷൻ ഇല്ലാതെ കുറയുന്ന ഒറ്റ കേസ് ഈ ഇൻഡർട്രിഗോ ആണ്. ബാക്കിയുള്ളതിനൊക്കെ അഗ്രവേഷൻ ഉണ്ടായിട്ടേ കുറയുള്ളൂ. അതുപോലെ മെഡോർണം 13-200 ഞാൻ ഉപയോഗിക്കുന്നത് കൊച്ചുകുട്ടികൾക്കുള്ള നാപ്പിയറാഷസിന്റെ ശരിക്കും പറഞ്ഞാൽ ഏനസ് എല്ലാം ഫയറി റെഡ് ആയിട്ട് ചെമ്പരത്തിപ്പൂ പോലെ ചുമന്നിരിക്കുന്ന കേസിന് വേറെ ഒന്നും കണ്ണടച്ചുകൊണ്ട് മെഡോർണം 30 അല്ലെങ്കിൽ 200 കൊടുക്കും. പക്ഷെ അതുകൊണ്ട് തന്നെ അങ്ങ് മാറുകയും ചെയ്യും. അത് വളരെ അച്ചട്ട് പോലുള്ള ഒരു കാര്യമാണ്. അത് ഒന്ന് എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ ഒരു കാര്യമാണ്. ഇത് രണ്ടും പറയണമെന്ന് ഉദ്ദേശിച്ചിട്ട് മാത്രമാണ് ഡൻഹാമിന്റെ എല്ലാം കാര്യങ്ങൾ പറഞ്ഞതെല്ലാം എനിക്കല്ല, ഞാൻ ആ പ്രിൻസിപ്പിൾസ് വെച്ചാണ് പ്രാക്ടീസ് ചെയ്യാറുള്ളത്. പക്ഷെ ഇതില് പിന്നെ എനിക്ക് ഉണ്ടായിട്ടുള്ള ഈ 2 മെഡിസിനിലെ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി. വേറെ ഒരുപാട് മെഡിസിൻസിലും ഉണ്ട്, എന്നാലും ഇത് രണ്ടും ഇന്ന് പ്രതിപാദ്യ വിഷയം ആയതാണല്ലോ. അതുകൊണ്ട്
ഭദ്രൻ ഡോക്ടർക്ക് പറയാനുള്ളത് ഗ്രാഫൈറ്റിസ് 10M ഉപയോഗിച്ച് പെട്ടെന്ന് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അത് പെട്ടെന്ന് വിതിൻ 3-4 ഡേയ്സ്. കൂടാതെ മെഡോറിന് 30. മെഡോറിനും 13-200 കൊള്ളാം, കുഴപ്പമില്ല. എന്നാൽ മെന്റൽ സിംറ്റംസോ അല്ലെങ്കിൽ വളരെ ഡീപ്പ് പെതോളജിയുള്ള കേസുകളിൽ തന്നെ ഹയർ പൊട്ടൻസിയാണ് കൊടുക്കുന്നത്. 10M 50M അങ്ങനെയുള്ള പൊട്ടൻസിയാണ് കൊടുക്കാറുള്ളത്. പക്ഷെ അല്ലാത്തതെല്ലാം ലോവർ പൊട്ടൻസി നല്ലോണം ആക്ട് ചെയ്യുന്നുണ്ട്. ഡീപ്പ് പത്തോളജി ഉള്ളപ്പോ നമ്മള് ലോ പൊട്ടൻസി എന്നല്ലേ അങ്ങനെയല്ല മാഡം. ഡീപ്പ് പാത്തോളജി ഉണ്ടെങ്കിലും മെന്റൽ സിംറ്റംസ് ഹൈ വരികയാണെങ്കിൽ ഹൈ പൊട്ടൻസിയിലോട്ട് പോവാന്നാണ്. അങ്ങനെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. അല്ല, രണ്ടായിട്ടല്ല. അല്ല, ഡീപ്പ് പാത്തോളജി മാത്രമുള്ള നമുക്ക് വേറെ കാര്യമായിട്ടൊന്നും കിട്ടുന്നില്ലെങ്കിൽ ലോ പൊട്ടൻസി തന്നെ പോകണം. പക്ഷെ ചില കേസുകളിൽ നമ്മൾ പറയും ചിലപ്പോൾ ക്യാൻസർ ആയിരിക്കും. പേഷ്യന്റ് ക്യാൻസർ ആയിട്ട് 4th സ്റ്റേജിൽ വരുമ്പോ ആ പേഷ്യന്റ് പറയണത് മുഴുവൻ അയാളുടെ മൈൻഡും അയാളെ കുറിച്ചുള്ളതും ഒക്കെ ക്ലിയർ ആയിട്ട് നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ പൊട്ടൻസി ഹൈ തന്നെ പോകണം. റൊമാറ്റിക് അഫക്ഷൻസിനും ഹയർ പൊട്ടൻസിയാണ് മെഡോറിന് ഇൻഡിക്കേഷൻ വരുന്നത്. അത് കൂടുതൽ വരുന്നത് വെച്ചാൽ നമ്മുടെ സൈക്കോട്ടിക് ഇതും കൂടി കൂട്ടി വരുന്നതുകൊണ്ട് അതെ മെഡോറിനം കൂടുതൽ വരും. ഡീപാക്ടിങ് കൂടിയാണ്, ചിലപ്പോൾ ഹെറിഡിറ്ററിയും കൂടി കവർ ചെയ്യും. അതെ, അതുപോലെ പിന്നെ മെന്റൽ സിംറ്റം ആണ് കാരണം ഫർഗറ്റ്ഫുൾനെസ്, മറവി. മറവിക്ക് 200 ഒക്കെ നല്ലോണം ആക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ചിലപ്പോൾ ഹയറിലോട്ട് പോകാറുണ്ട്, എന്നാലും 200 കൊടുക്കുമ്പോൾ തന്നെ നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട്. അനക്കാർഡിയം കൊടുക്കാറുണ്ട്. മെഡോറിനും നല്ല ആന്റിമാസ്മറ്റിക് കൊടുക്കാറുള്ള മെഡിസിൻ മെഡോറിനാണ്. 200 ആണ് കൊടുക്കാറ് മിക്കവാറും. എങ്ങനെയാണ് ഡോക്ടർ ഡോസേജ്? അല്ലെ റെപ്പറ്റീഷൻ ആഴ്ചയിൽ 2 തവണ വീതം കൊടുക്കും. എന്നിട്ട് പിന്നെ ഇൻഡിക്കേറ്റഡ് മെഡിസിൻ, മറ്റേ മെഡിസിൻ ഏതെങ്കിലും കോൺസ്റ്റിറ്റ്യൂഷൻ മെഡിസിൻ കൊടുക്കേണ്ടി വരികയാണെങ്കിൽ അത് ലോവർ പൊട്ടൻസിയിൽ റിപ്പീറ്റ് ചെയ്യാൻ കൊടുക്കാറുണ്ട്. ദിവസം 2 നേരം വീതം കൊടുക്കാൻ. പ്രായമുള്ളവർക്ക് ഉള്ള ഓർമ്മക്കുറവിന്റെ കാര്യമാണോ ഡോക്ടർ പറയുന്നത്? ഡിമെൻഷ്യ സ്കൂൾ കുട്ടിയൊക്കെയാണ്, അതാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ ADHD അങ്ങനെയുള്ള കേസുകളിലാണ് സാറ് പറയുന്നത് മെഡോറിനം 200 നല്ലതാണെന്ന്. അതെ, ചില കേസുകളിൽ ഹയർ വേണ്ടി വരും, പക്ഷെ കൂടുതലും ഞാൻ കൊടുക്കാറില്ല, അതിന് ലോവർ ആയിരിക്കും. അതാ പറയണത്, ചിലവരുടെ എക്സ്പീരിയൻസ് അനുസരിച്ച് ഓരോ ചിലപ്പോൾ ആ പൊട്ടൻസിയിൽ അവർ സ്റ്റിക്ക് ഓൺ ചെയ്യും. കാരണം അതിന് നമ്മളൊരു 10 കേസിൽ 9 എണ്ണത്തിനും 200 കൊണ്ട് റിസൾട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ മാറാൻ സാധ്യത കുറവാ. അതുപോലെ ചില മെഡിസിൻസ് ഹയറിലോട്ട് പോകുമ്പോഴാണ് നല്ല ആക്ഷൻ. അക്യൂട്ട് ട്രീറ്റ്മെന്റ് ആണ്. ഇത് പോസ്റ്ററൈറ്റിസ്, അതായത് പ്രൊപ്യൂസിന് ക്രാക്സ് ഉണ്ടാകുന്ന ഭയങ്കര പെയിൻഫുൾ ആയിട്ടുള്ള കണ്ടീഷനാണ്. പക്ഷെ അതിന് ഞാൻ റിപ്പീറ്റ് ചെയ്ത് കൊടുക്കാറുണ്ട്. ആസിഡ്നൈട്രിക്കും 10M ദിവസം 2 ഡോസ് വീതം ചിലപ്പം 4 ദിവസം കഴിക്കാൻ പറയും. അപ്പൊ 4 ദിവസം കൊണ്ട് ക്ലിയർ ആകുമെന്നുള്ളതാണ്. ഏകദേശം ക്ലിയർ ആകും. ഒരാഴ്ച ആകണ്ട, അതിന് മുമ്പ് ക്ലിയർ ആകും. പക്ഷെ റിപ്പീറ്റ് ചെയ്തില്ലെങ്കിൽ അതിനുള്ള ആക്ഷൻ കിട്ടുന്നില്ല എന്നുള്ളതും മനസ്സിലായി. പിന്നെ ADHDയുടെ കാര്യം പറഞ്ഞല്ലോ. ADHDക്ക് അങ്ങനെ മെഡിസിൻ കോൺസ്റ്റിറ്റ്യൂഷണൽ ഡ്രഗ് മാത്രമാണോ കൊടുക്കുന്നത്? അതെ, അതിനെന്തെങ്കിലും മയാസ്മാറ്റിക് കൊടുക്കാറുണ്ട്. ഏതൊക്കെയാണ് സ്പെസിഫിക് ആയിട്ട്? അങ്ങനെ കുറച്ചൊരു ഗ്രൂപ്പ് വരുന്നുണ്ടോ? അതിൽ സെലക്ട് ചെയ്യാമോ? അതില് കുറെ മെഡിസിൻസ് ഉണ്ട്, എങ്കിലും എനിക്ക് ADHD കേസുകളിൽ ചിലതെല്ലാം എനിക്കൊരു ഒരു പിന്നെ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ എനിക്ക് ടെറന്റില ഹിസ്പാനിയ നല്ല ആക്ഷനുകളാണ്. ടെറന്റില ക്യുബൻസത്തിന് നല്ല ആക്ഷൻ ഉണ്ട്. അപ്പൊ ഇത് രണ്ടും നല്ല റിസൾട്ട്സ് കിട്ടിയിട്ടുള്ള മെഡിസിൻ ആണ്. കുറച്ച് ദേഷ്യം കൂടെ ഉണ്ടെങ്കിൽ ഞാൻ ചിലപ്പോൾ ബെല്ലോണ CM വരെ കൊടുക്കും. നല്ല ദേഷ്യമുള്ള കുട്ടിയൊക്കെ ആണെങ്കിൽ ബെല്ലോണ ചെയ്ത് കൊടുക്കാറുണ്ട്. ഭദ്രൻ ഡോക്ടറെ, അപ്പൊ ഇനി എന്തെങ്കിലും നമ്മളെ സമയം ഒരുപാട് അതിക്രമിച്ചിരിക്കുന്നു. അപ്പൊ ഇന്ന് നമുക്ക് നല്ലൊരു ക്ലാസ് എടുത്ത സാദത്ത് ഡോക്ടർക്ക് നന്ദി പറയുന്നതിന് ഡോക്ടർ ഭദ്രൻ സാറിനെ തന്നെ ക്ഷണിക്കും.
അക്യൂട്ട് ഡിസീസിന്റെ രാജാവായ ഡോക്ടർ സേട്ടിന് നന്ദി പറയുക എന്ന് വെച്ചാൽ എനിക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ്. ഞാൻ നമ്മൾ പേഴ്സണലായിട്ട് മീറ്റ് ചെയ്തില്ല, എപ്പോഴും പടത്തിൽ കൂടെ കാണാറുണ്ട്, ക്ലാസ്സുകൾ ഒരുപാട് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ക്ലാസ്സുകളാണ്. IFPH വേണ്ടി ഇന്ന് പ്രത്യേകിച്ച് നല്ലൊരു ക്ലാസ് ബിഗിനേഴ്സിനും സീനിയേഴ്സിനും എല്ലാം ഉപകാരപ്പെടുന്ന രീതിയിലുള്ള ക്ലാസ് എടുത്ത ഡോക്ടർ സേട്ടിന് IFPHന്റെ പേരിലും എൻ്റെ സ്വന്തം പേരിലും ഹാർദവമായ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. മേലിലും നമുക്ക് നല്ല ക്ലാസ്സുകൾ പ്രതീക്ഷിക്കാമെന്ന് എനിക്കറിയാം. നല്ല ക്ലാസ്സുകളാണ് അദ്ദേഹത്തിന്റെ ക്ലാസ്സുകൾ. ഒരു 10-15 ക്ലാസ് ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. എല്ലാം നല്ല നിലവാരം പുലർത്തുന്ന ക്ലാസ്സുകളായിരുന്നു. മേലിലും അത്തരത്തിലുള്ള ക്ലാസ്സുകൾ ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഡോക്ടർക്ക് അതിനുവേണ്ടിയുള്ള ആയുസ്സും ആരോഗ്യവും ഒക്കെ ദൈവം കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. ഓക്കെ, ഭദ്രൻ ഡോക്ടർക്ക് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അതുപോലെ ഭദ്രൻ ഡോക്ടർ പറഞ്ഞ പോലെ പച്ചയായി തന്നെ എല്ലാം തുറന്ന് പറയുകയും നമുക്ക് വേണമെങ്കിൽ കൊള്ളാം അല്ലെങ്കിൽ തള്ളാം, ഇതെല്ലാം തന്നെ മുമ്പേ പറഞ്ഞുകൊണ്ട് തന്നെ വളരെ പച്ചയായി നല്ല ആത്മാർത്ഥതയോടുകൂടി ക്ലാസ് എടുക്കുന്ന ഡോക്ടറാണ് ഡോക്ടർ സാദത്ത് സേട്ട്. ഒരിക്കൽ കൂടി ഡോക്ടർക്ക് നന്ദി അർപ്പിച്ചുകൊണ്ട് ഇന്നുണ്ടായിരുന്ന എല്ലാ ഡോക്ടേഴ്സിനും ഹോമിയോപ്പതി സ്നേഹികൾക്കും നന്ദിയും ശുഭരാത്രിയും നേർന്നുകൊണ്ടും ഇന്നത്തെ മലയാള സെഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം. അടുത്തതൊരെണ്ണമുണ്ട്, മയാസമുണ്ട്. അത് റെഡി ആയിക്കൊണ്ടിരിക്കും, കുറച്ച് സമയം വേണമായിരുന്നു. ഓക്കെ, ഞങ്ങള് ഈഗറായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അത് വേണം, കുറച്ച് കാര്യങ്ങളുണ്ട്. തീർച്ചയായിട്ടും ഞങ്ങള് എപ്പോഴും അതിനുവേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കും. ഗുഡ് ബൈ. ഗുഡ് നൈറ്റ്.